മഹത്വപ്പെടുത്തുവാൻ ഈ പകൽവേള ഞങ്ങൾക്ക് ദാനമായി നൽകിയത് ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട് ഈ പ്രഭാതവേള ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ ഞങ്ങളിൽ പകർന്ന് ഞങ്ങളെ മാനിച്ച് ആദരിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് പകൽവേളയിലും ഞങ്ങളെ അനുഗ്രഹിപ്പാൻ വല്ലഭനായി ഞങ്ങളുടെ മധ്യമുള്ളതിനായി സ്തോത്രം. കർത്താവേ, ഇവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ് അങ്ങേ ആത്മാവിൻ്റെ നിറവിൽ ആരാധിപ്പാൻ ഏകാഗ്രതയോടും ഭയഭക്തിയോടും നിർമ്മലതയോടും അങ്ങേ ആരാധിച്ച് അങ്ങേക്ക് മഹത്വം കരേറ്റുവാൻ സ്തുതി സ്തോത്രയാങ്ങളാൽ അങ്ങേ ആരാധിപ്പാൻ ഇന്ന് പകൽവേള ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടുവരുത്തിയ ദൈവമക്കളെ ഏവരെ തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. ആളാം പ്രതി എല്ലാവരും ദൈവം അനുഗ്രഹിച്ച് സഹായിക്കണമേ കർത്താവേ. കടന്നു വരള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എത്രയും കൂട്ടുവരുത്തണം. വഴിമതിയായിരിക്കുന്നവരെ സൂക്ഷിക്കണം. വാഹനങ്ങളെ നിയന്ത്രിച്ച് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആത്മാവിൻ്റെ നിറവിൽ ആരാധിച്ച് അങ്ങേക്ക് മഹത്വം കരേറ്റുവാൻ ദൈവം കൃപ ചെയ്യണം. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ആരും വന്നതുപോലെ മടങ്ങിപ്പോവാൻ അനുവദിക്കരുത്. ദൈവം വലിയ ദൈവശക്തി പ്രാപിച്ച്, വലിയ ദൈവിക വിടുതൽ പ്രാപിച്ച്, അനുഗ്രഹം പ്രാപിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോവാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കും. ഗാനശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഏകാഗ്രതയോടെ പാടി ആരാധിപ്പാൻ, സഭയായി ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്നെങ്കിൽ ആരാധിപ്പാൻ ദൈവം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്യചിന്തകളെല്ലാം അവിടെ നീക്കണമേ. ദാസീന മനോഭാവങ്ങൾ, അലസ മനോഭാവങ്ങളെല്ലാം ഇന്ന് പകൽവേള ഞങ്ങളുടെ മധ്യേ അവിടെ നീക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിലുള്ളവരായി ഈ രാവിലെ സമയം അങ്ങേ ആരാധിപ്പാൻ, അങ്ങയെ സ്തുതിപ്പാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. മുറ്റുമായി തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. തുറന്നു നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിലും നിയന്ത്രണത്തിലുമായി ഇരിപ്പടയാക്കണം. കർത്താവേ, അവിടുത്തെ വിലയേറിയ മേശ ഞങ്ങളുടെ മധ്യമുണ്ടല്ലോ. വളരെ പ്രാഗൽഭ്യത്തോടും കൂടുതൽ പങ്കുകാരായി തീരുവാൻ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി അങ്ങേ ആരാധിച്ച് മുന്നേറുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകൃപയും സാന്നിധ്യം പകരും, തിരുനാമത്തെ മഹത്വപ്പെടുത്തും. ക്രിസ്തയേശുവിൻ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ. പാട്ടുപാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാമല്ലോ. വന്ദനം ചെയ്തിടുവിൻ ശ്രീ യേശുവേ, വന്ദനം ചെയ്തിടുവിനുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്ന ദൈവമക്കളാണ് എല്ലാവരും. ഉത്സാഹത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ഇടയാകട്ടെ. വന്ദനം ചെയ്തിടുവേൻ ശ്രീയേശുവേ, വന്ദനം ചെയ്തിടുവേൻ നിരന്തരം, വന്ദനം ചെയ്തിടുവേൻ ശ്രീയേശുവേ, വന്ദനം ചെയ്തിടുവേൻ സന്തതം സകലരും സന്തോഷധ്വനിയ, സന്തതം സകലരും സന്തോഷധ്വനിയ സ്തോത്ര സംഗീതം പാടി, സംഗീതം പാടി ശ്രീയേശുവേ, വന്ദനം ചെയ്തിടുവേ നിരന്തരം, വന്ദനം ചെയ്തിടുവേ ശ്രീയേശുവേ, വന്ദനം ചെയ്തിടുവേ രാജിത മഹസേടും മാമനുസുതരെ, രാജിത മഹസേടും മാമനുസുതരെ രാജസമ്മാനിതരേ, രാജസമ്മാനിതരേ ശ്രീയേശുവേ, വന്ദനം ചെയ്തിടുവേ നിരന്തരം, വന്ദനം ചെയ്തിടുവേ ശ്രീയേശുവേ, വന്ദനം ചെയ്തിടുവേ കല്ലറ തുറന്നവൻ വൈരിയെ തകർത്തു, കല്ലറ തുറന്നവൻ വൈരിയെ തകർത്തു വല്ലഭനായവനെ, വല്ലഭനായവനെ ശ്രീയേശുവേ, വന്ദനം ചെയ്തിടുവേ നിരന്തരം, വന്ദനം ചെയ്തിടുവേ ശ്രീയേശുവേ, വന്ദനം ചെയ്തിടുവേ നിത്യവും നമുക്കുള്ള ഭാരങ്ങളകിലും, നിത്യവും നമുക്കുള്ള ഭാരങ്ങളകിലും തീർത്തു തരുന്നവരെ,
വന്ദനം ചെയ്തിടുവേ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ ഭീതിയ കൂരിരുളകിലവും നീക്കും ഭീതിയ കൂരിരുളകിലവും നീക്കും നീതിയിൽ സൂര്യനാകും നീതിയിൽ സൂര്യനാകും ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ നിരന്തരം വന്ദനം ചെയ്തിടുവേ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ പാപമില്ലാത്തവൻ പരിശുദ്ധനാമം പാപമില്ലാത്തവൻ പരിശുദ്ധനാമം പാടി സ്തുതിച്ചിടുവേ പാടി സ്തുതിച്ചിടുവേ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ നിരന്തരം വന്ദനം ചെയ്തിടുവേ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ നിത്യവും നമുക്കുള്ള ഭാരങ്ങളാകിലും നിത്യവും നമുക്കുള്ള ഭാരങ്ങളാകിലും തീർത്തു തരുന്നവരെ തീർത്തു തരുന്നവരെ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ നിരന്തരം വന്ദനം ചെയ്തിടുവേ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ കൂരിരുളകിലവും നീക്കേ കൂരിരുളകിലവും നീക്കും നീതിയിൽ സൂര്യനാകും നീതിയിൽ സൂര്യനാകും ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ നിരന്തരം വന്ദനം ചെയ്തിടുവേ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ പാപമില്ലാത്തവൻ പരിശുദ്ധനാമം പാപമില്ലാത്തവൻ പരിശുദ്ധനാമം പാടി സ്തുതിച്ചിടുവേ പാടി സ്തുതിച്ചിടുവേ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ നിരന്തരം വന്ദനം ചെയ്തിടുവേ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ നിരന്തരം വന്ദനം ചെയ്തിടുവേ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ
സമർപ്പിക്കുന്നു താഴ്ത്തി നിറയ്ക്കണമേ ആത്മാവിന്റെ വ്യാപാരം ഞങ്ങൾ വയ്ക്കണമേ. ഹല്ലേലൂയ. കൽപ്പിക്കണമേ നമ്മുടെ തലകളെ ദൈവസന്നിധാനത്തിൽ വീണ്ടും മടക്കാമല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാത വേളയിൽ ദൈവപാദപീഠത്തിൽ ഒരുമിച്ച് കൂടി വന്ന ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. ഈ ആഴ്ചയുടെ കഴിഞ്ഞ ദിനങ്ങളെല്ലാം ദൈവം നമ്മെ ഭദ്രമായി സൂക്ഷിച്ചു. നമ്മുടെ ജീവിതത്തിൽ നേടാമായിരുന്ന എല്ലാ അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ദോഷങ്ങൾ, ഭാരങ്ങളും ഒക്കെ വിടിവിച്ച് സമാധാനത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ ദൈവകൃപയിൽ നമ്മെ ഇന്ന് വരെ നിലനിർത്തുവാനിടയായി. ഈ നിമിഷം വരെ ദൈവം നമ്മെ സൂക്ഷിച്ചു. അതിൽ അനർത്ഥങ്ങൾ വ്യസന കാരണമായി തീരാതെ വണ്ണം, രോഗദുഃഖാദികൾ വ്യസനത്തിന് കാരണമായി തീരാതെ വണ്ണം ദൈവത്തിന്റെ കൃപയുടെ അല്ലേലൂയ മറവിൽ നമ്മെ ഓരോരുത്തരെ മറച്ചല്ലോ, നമ്മെ പരിപാലിച്ചല്ലോ. ഈ രാവിലെ സമയം സന്തോഷത്തോടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നു. ഈ പകൽവേളയിലെ സഭായോഗം ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടത്. കടന്നു നമ്മെ എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി സന്തോഷത്തോടെ മടങ്ങി പോകുവാൻ, ഒരു അനുഗ്രഹത്തോടെ മടങ്ങി പോകുവാൻ, വിടുതലോടെ മടങ്ങി പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. തുടർന്ന് നടക്കുന്ന ദിവസങ്ങളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവകരങ്ങളെ സമർപ്പിച്ച് നാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരുടെ ഭാഗത്തൊരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഒരു നല്ല ദിനം കൂടി കർത്താവേ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ ആരോഗ്യത്തോടെയും ബലത്തോടെയും കഴിഞ്ഞ ആഴ്ചക്കാലം നിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. തിരുസാന്നിധ്യം കർത്താവെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കർത്താവെ നിഴലിൽ ഞങ്ങൾ ആയിരിക്കുവാൻ ഇടയാകണമേ കർത്താവെ. ഹല്ലേലൂയ. നല്ല ഗാനങ്ങളെ പാടുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഹൃദയത്തിൽ കർത്താവെ വരികളെ ഏറ്റെടുത്ത് കർത്താവെ പാടുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ നല്ല സങ്കീർത്തന ഭാഗങ്ങളെ ഇന്ന് പകൽക്കാലം കേൾപ്പിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ കർത്താവെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. സ്വർഗത്തിലെ ദൈവം കർത്താവെ ഇന്ന് പകൽക്കാലം കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ നിഴലിൽ നിന്നുകൊണ്ട് കർത്താവ് വചനം ശുശ്രൂഷിക്കുവാൻ സ്വർഗ്ഗവിടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും കടന്നു വന്ന് ഓരോരുത്തർക്കും അത് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം സ്വർഗ്ഗവിടയാക്കണമേ കർത്താവെ. ഞങ്ങളുടെ മേശ ഞങ്ങളുടെ മുമ്പിലുണ്ട് കർത്താവെ. പ്രാഗൽഭ്യത്തോടെ കർത്താവെ കരങ്ങളെ നീട്ടുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ കർത്താവെ. അതൊരു ശിക്ഷാവിധിയും ആർക്കും ഒരുപാട് വരുത്താത്തവണ്ണം സ്വർഗ്ഗം ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശുശ്രൂഷയുടെ ആദ്യം മുതൽ അന്ത്യം വരെയും തിരുസാന്നിധ്യത്തിന് മറവിലായിരിക്കും ഇടയാകണമേ കർത്താവെ. ആരെങ്കിലും ഏതെങ്കിലും വേദനയോടോ ഭാരത്തിലൂടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ ഇന്ന് പകൽക്കാലം ആശ്വാസവും ബലവും ലഭിച്ച് മടങ്ങുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ ശുശ്രൂഷകളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ കർത്താവെ ദൈവം ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. പ്രാർത്ഥന കേട്ടിരിക്കാലോ സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 113 സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ.
113 സങ്കീർത്തനം, Psalm number 113. Praise Jesus. യഹോവേ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, ഇന്നു മുതൽ എന്നേക്കും തന്നെ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. യഹോവ സർവ്വജാതികൾക്കും മീതെയും അവന്റെ മഹത്വം ആകാശത്തിനും മീതെയും ഉയർന്നിരിക്കുന്നു. ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശ്യൻ ആരുള്ളൂ? ആകാശത്തിലും ഭൂമിയിലുള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. അവൻ എളിയവരെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോടുകൂടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ചേർന്ന് പാടാം. അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. യഹോവേ സ്തുതിപ്പീൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യഹോവേ സ്തുതിപ്പീൻ. യഹോവയുടെ ദാസന്മാരെ അവനെ സ്തുതിപ്പീൻ. യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. ഇന്ന് രാവിലെ സമയം ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തിന്റെ നാമത്തെ സ്തുതിപ്പാൻ അവന്റെ ദാസന്മാരായ നമുക്ക് ഒരുമിച്ച്, അവന്റെ ദാസരായ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ദൈവ അവസരം നമുക്ക് ഒരുക്കി തന്നല്ലോ. എളിയവരെ ഓർക്കുന്ന ദൈവം, എളിയവരെ ആദരിക്കുന്ന ദൈവം, സ്തോത്രം. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവം, ആ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇന്ന് പകൽ വേളയിലും രാവിലെ സമയം കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. ഇന്ന് പകൽ വേള നാം കൂടി വന്നത് ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ, ദൈവ വിടുതലിന് കാരണമായി തീരുവാൻ, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിപ്പാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധാനത്തിൽ നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഹല്ലേലൂയ ഏകാഗ്രതയോടെ ഒരു പാട്ടുകൂടെ പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനിടയാകട്ടെ. ആരാധ്യനെ സമാരാധ്യനെ ആരിലും ഉന്നതനായവനെ ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതനായവനേ, ആരാധിക്കുന്നിതാ നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. എന്റെ രോഗക്കീടനയതിൽ എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ രോഗസംഹാരകനേ, എന്റെ സർവവും നീ മാത്രമേ. എന്റെ രോഗക്കീടനയതിൽ എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ രോഗസംഹാരകനേ, എന്റെ സർവവും നീ മാത്രമേ. ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതനായവനേ, ആരാധിക്കും നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. എന്റെ
ആശ്വാസം നിന്റെ സാന്ത്വനമെന്നുമെന്നും എന്റെ രക്ഷകനാം യേശുവേ എന്റെ സങ്കേതം നീ മാത്രമേ എന്റെ വേദനയിൽ ആശ്വാസം നിന്റെ സാന്ത്വനമെന്നുമെന്നും എന്റെ രക്ഷകനാം യേശുവേ എന്റെ സങ്കേതം നീ മാത്രമേ ആരാധ്യനേ സമാരാധ്യനേ ആരിലുമുന്നതനായവരേ ആരാധിക്കും ഞങ്ങൾ ആയുസ്സിൻ നാളുകളല്ല എന്റെ രോഗക്കിടക്കയാതിൽ എന്റെ സൗഖ്യപ്രദായകനേ എന്റെ രോഗസംഹാരകനേ എന്റെ സർവവും നീ മാത്രമേ എന്റെ രോഗക്കിടക്കയാതിൽ എന്റെ സൗഖ്യപ്രദായകനേ എന്റെ രോഗസംഹാരകനേ എന്റെ സർവവും നീ മാത്രമേ ആരാധ്യനേ സമാരാധ്യനേ ആരിലുമുന്നതനായവരേ ആരാധിക്കും നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളല്ല ആരാധ്യനേ സമാരാധ്യനേ ആരിലുമുന്നതനായവരേ ആരാധിക്കും നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളല്ല നമുക്കെല്ലാവർക്കും കൂടെ അറിയാവുന്ന ഒരു പഴയ പാട്ട് കൂടെ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. യേശുവിൻ നാമം യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ പാടി ആരാധിക്കാമല്ലോ. യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കത്ര ആനന്ദം. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. യേശു എത്ര നല്ലവൻ യേശു എത്ര വല്ലവൻ 10,000 ശ്രേഷ്ഠനവേ. ഓ യേശു എത്ര നല്ലവൻ യേശു എത്ര വല്ലവൻ 10,000 ശ്രേഷ്ഠനവൻ. അവൻ യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഓ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കത്ര ആനന്ദം. ഓ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കത്ര ആനന്ദം. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു.
ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തും അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തും അവൻ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കത്ര ആനന്ദം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തും അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തും യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. നല്ലിടയനായ യേശുനാഥൻ നമ്മെ നിരന്തരമായി വഴി നടത്തിയിടുന്നു. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു. അവൻ എന്നെ അണയ്ക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തും അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തും യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തും അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തും യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം.
Hallelujah. 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 Regada Hoshamala Chudamana Handada Divala Chudago Ramana Handade. Oh, hallelujah. 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 Chamada Handada Chudabala Shaidabala Double Handada Divala Varabosh Chudago Ramana Handade Dubalabas Lagatuna Diana Thank you, Lord Jesus. പരിശുദ്ധ പിതാവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ സന്നിധാനത്തിൽ ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാനൊക്കെ മുഖത്തുപെടുത്തുവാൻ ദൈവം കൃപ ചെയ്തത്, പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ഞങ്ങളെ ബലപ്പെടുത്തിയതായ സ്തോത്രം. നല്ല സംഗീത ഭാഗം ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമായ പ്രബോധനം ഇന്ന് പകൽവേള ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളോടുള്ള അവിടുത്തെ ഇടപെടൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകൽവേള വിടുതലാക്കി തീർക്കണം. ദൈവനാമത്തിന് മഹത്വമാക്കി തീർക്കണം. താവേ ഗാനങ്ങളാലും ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ബലപ്പെടുത്തി ചേർന്ന് പാടി ആരാധിപ്പാടികളെ സഹായിച്ചതോർത്ത് എല്ലാവരും തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങളെ തിരുസന്നിധാനത്തിലിരുത്തും. എല്ലാവരും തൃക്കരങ്ങളെ ഏൽപ്പിക്കും. സുഷ്മാനുള്ള ദൈവകൃപ നൽകും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ പിതാവേ. എല്ലാവർക്കും Praise the Lord. Hallelujah. ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. Hallelujah. Praise Jesus. കർത്താവിന്റെ അതിപരിശുദ്ധമുള്ള നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതവേളയിൽ മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവസന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് അവസരം ഒരുക്കി തന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ ഏവർക്കും വേഗം വരുന്ന യേശു കർത്താവിന്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കും. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. കഴിഞ്ഞ രാത്രി വേള ദൈവം നമ്മെ എല്ലാം താങ്ങിയത് നിമിത്തം ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒരുമിച്ച് കടന്നു ദൈവത്തെ ആരാധിപ്പാനും കർത്താവ് നമുക്ക് അവസരം ഒരുക്കി തന്നത് ഓർത്ത് സ്തോത്രം. ഇന്ന് പകൽവേള നാം കടന്നു വന്നത് നമുക്ക് അനുഗ്രഹമായി തീരുന്നതിനേക്കാളുപരിയായി നമ്മുടെ കർത്താവിൻ്റെ നാമം നമ്മൾ കൂടെ മഹത്വമെടുക്കുവാൻ ഇടയാകേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാമല്ലോ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ദൈവം അവിടെ ഇടങ്ങളായി പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പലരും ശാരീരമായ ക്ഷീണങ്ങളും ക്ലേശങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങൾ അനുഭവിച്ചു. ദൈവം വിടുതലും ആരോഗ്യം നൽകി എല്ലാവരെയും പരിപാലിച്ചതോർത്ത് സ്തോത്രം. എണ്ണത്തിലാരും കുറഞ്ഞു പോകാതെ വണ്ണം ദൈവം നമ്മെ അത്ഭുതകരമായി അതിശയകരമായി മരുഭൂമിയിൽ പരിപാലിപ്പാനിടയായി. ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മുടെ മുൻ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ ജോസഫ് മാത്യു കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ പ്രിയം വെച്ച കർത്തൃസേനയിൽ ചേർക്കപ്പെടുവാനിടയായി തൻ്റെ മക്കളോടൊപ്പം UAE-യിലായിരുന്ന സമയത്ത് തനിക്കുണ്ടായ ശാരീരിക ക്ലേശ നിമിത്തം പെട്ടെന്ന് താൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. നാമെല്ലാവരും വിവരം നമ്മുടെ സഭയുടെ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ നാം അറിഞ്ഞല്ലോ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയ കർത്തൃദാസിയെ, തലമുറകളെയൊക്കെ ദൈവം
ആശ്വസിപ്പിക്കട്ടെ, സമാധാനിപ്പിക്കട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കും. കർത്താവ് വരുവാൻ താമസിച്ചാൽ നാളെയാണ് ഫ്യൂണറൽ സർവീസ് നടക്കുന്നതായിട്ട് അറിയുവാനിടയായത്. ദൈവമക്കൾ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽവേള വായിച്ച സങ്കീർത്തന ഭാഗത്തിലേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 113 സങ്കീർത്തനമാണ് നാം ഇന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായത്. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു ആഹ്വാനത്തോടു കൂടിയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഇതിൻ്റെ 1 വാക്യവും 9 വാക്യത്തിൻ്റെ അവസാന ഭാഗത്തും ദൈവത്തെ സ്തുതിപ്പാനുള്ള ആഹ്വാനത്തോടു കൂടെയാണ് ആരംഭിച്ച് അവസാനിപ്പിക്കുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്നവർ നിരന്തരം ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. തുടക്കത്തിൽ ആരാധിച്ച് നിർത്തുകയല്ല, ഒടുക്കത്തിൽ ആരാധിച്ച് അവസാനിപ്പിക്കുകയുമല്ല. നിരന്തരമായി ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരാഹ്വാനം സങ്കീർത്തനക്കാരൻ നൽകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആരാധന സമയബന്ധിതമായിട്ട് ഒതുക്കുവാനുള്ളതല്ല, അത് അനസ്യൂതം തുടർന്നു പോകുവാനുള്ളതാണ്. കേവലം ഒരുമിച്ച് കൂടി വരുമ്പോൾ മാത്രമുള്ള ആരാധനയല്ല. ദൈവമക്കളുടെ ജീവിതത്തിൽ ആരാധന ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു സംഗതിയാണ്, വസ്തുതയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കൾ ഓർക്കേണ്ടത്, ഇവിടെ ഒരുമിച്ച് കൂടി വരുമ്പോഴുള്ള ആ ഒരു പ്രകടനങ്ങളോ ഇളക്കപ്പെരുപ്പോ മാത്രമല്ല ആരാധനയായിട്ടിരിക്കുന്നത്. നമ്മൾ ഭവനത്തിലായിരിക്കുമ്പോഴും, നമ്മൾ ജോലി സ്ഥലത്തായിരിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോഴൊക്കെ ദൈവത്തെ ആരാധിക്കാം. സ്തോത്രം. നമ്മൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ചിലപ്പോൾ ദൈവത്തെ അറിയാതെ നമ്മൾ ആരാധിച്ചു പോകാറുണ്ട്, ദൈവം ചെയ്താൽ. പക്ഷേ അപ്പോഴും നമ്മുടെ ശ്രദ്ധ വിട്ടു പോകരുത്. സ്തോത്രം. ആരാധിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധ വിട്ട് ആരാധിക്കാനല്ല പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. സ്തോത്രം. നമ്മൾ ബുദ്ധിയുള്ളവരായി തന്നെ ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. പോകട്ടെ. അപ്പോൾ ഇവിടെ അനസ്യൂതമായ ഒരു പ്രക്രിയയാണ് ആരാധന എന്നുള്ളത്. നിർത്തിക്കൂടാത്തവണ്ണം, അവസാനിപ്പിക്കാൻ കഴിയാത്തവണ്ണമുള്ള തുടർമാനമുള്ള ഒരു പ്രക്രിയ ആരാധന. അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യവുമാണ്. സ്തോത്രം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിന് കൊടുക്കുന്നതാണ് ആരാധന. ദൈവം ചെയ്ത നന്മകൾക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ആരാധന. സ്തോത്രം. ഇനി അതിന്റെ വിശദീകരണ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ യഹൂദന്മാർ അവരുടെ പെസഹ പെരുന്നാളോട് ബന്ധത്തിൽ പെസഹയ്ക്ക് മുൻപ് അവർ വായിക്കുന്ന സങ്കീർത്തനങ്ങളിൽ 2 സങ്കീർത്തനമാണ് 113 സങ്കീർത്തനവും 114 സങ്കീർത്തനം. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താൻ സ്തോത്രം പാടി ഒലിവുമലയ്ക്ക് പോയി എന്ന് നാം വായിക്കുന്നുണ്ട് തിരുവചനത്തിൽ. അവൻ പെസഹയ്ക്ക് ശേഷം സ്തോത്രം പാടി ഒലിവുമലയ്ക്ക് പോയി. വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഈ സങ്കീർത്തനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആയിരിക്കാം താൻ പാടിക്കൊണ്ട് പോയതെന്നുള്ളത്. പ്രധാനപ്പെട്ടതായി ഈ 113 സങ്കീർത്തനമായിരിക്കാം എന്ന് അവർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഈ സങ്കീർത്തനത്തിന്റെ പ്രത്യേകത ദൈവം തൻ്റെ മക്കളെ ഉയർത്തുന്ന ദൈവമാണെന്നുള്ളത്. ആരെയാണ് ഉയർത്തുന്നത്? താഴ്മയുള്ളവനെ ഉയർത്തും. ഈ സങ്കീർത്തനം അത് കാണുന്നുണ്ട്. 7-ാം വാക്യം 8-ാം വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു പ്രേരണ ഈ സങ്കീർത്തനം നമുക്ക് തരുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവർ നമ്മളെ പ്രേരിപ്പിച്ച് ആരാധിക്കുന്ന ആരാധന അത് എത്രമാത്രം അത് പ്രസക്തമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നാം ആരാധിക്കണം മറ്റുള്ളവരുടെ പ്രേരണ കൂടാതെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഞാനിവിടെ ശ്രദ്ധിക്കുകയായിരുന്നു, ഇവിടെ വന്ന് നിർവികാരമായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. ദൈവത്തെ ആരാധിക്കുമ്പോഴും ദൈവമക്കൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ പ്രാർത്ഥിക്കുമ്പോഴും നിർവികാരരായി ഒരു യന്ത്രം വന്നിരിക്കുന്നത് പോലെ വന്നിരുന്നു പോകുന്നവരുണ്ട്. വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ വരും ദൈവത്തിനെ ആരാധിക്കാനാണ്. ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ മറ്റെല്ലാ വിഷയങ്ങളും അങ്ങ് മാറ്റിവെക്കണം. അടുത്ത നിമിഷത്തെ കുറിച്ചുള്ള ചിന്താഗതിയൊക്കെ മാറ്റിവെക്കണം.
നാളെ എന്താകുമെന്ന ചിന്താഗതി മാറ്റണം. അങ്ങനെ കഴിഞ്ഞ സംഭവങ്ങൾ അങ്ങ് മറക്കണം. സ്തോത്രം. അത് മറക്കാതെ ഇതും കൊണ്ട് വന്ന് നാളത്തെ കുറിച്ചുള്ള ഭാരവും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ വല്ലാത്ത മത്തു പിടിച്ചവരെ പോലെ നമ്മൾ ഇവിടെ ഇരുന്ന് പോകും. സ്തോത്രം. അപ്പോഴങ്ങനെ ഇരിക്കണം, ആരാധിക്കുന്നു, ദൈവം പ്രസാദിക്കുന്നില്ല. വെറുതെ വരുന്നു പോന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പ്രസാദിപ്പിക്കുക, അല്ലെങ്കിൽ ആരുടെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി വരുന്നു പോകുന്നു, അത് ആരാധനയല്ല. അതിലും ഭേദം വീട്ടിലിരിക്കും. ഇവിടെ വന്നിരുന്ന സമയം മെനക്കെടുത്താതെ വീട്ടിലിരിക്കുന്നതല്ലേ നല്ല, നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കുമല്ലോ. ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുന്നത് ദൈവത്തെ ആരാധിച്ചിരിക്കണം. സ്തോത്രം. ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുന്നവന്റെ ഉത്തരവാദിത്വമാ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്, അല്ല മൗനമായിരിക്കുക എന്നുള്ളതല്ല. പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇവിടെ നോക്കിയിരുന്ന്, ആരാധിക്കുമ്പോൾ കണ്ണു തുറന്ന് നോക്കിയിരുന്ന് ഇതൊന്നും ആരാധനയല്ലെന്നേ. അത് ദൈവം പ്രസാദിക്കുന്നതുമല്ല, ദൈവത്തിനോട് ഇഷ്ടവുമല്ല. ഞാൻ വെറും കൈയോടോ നിന്റെ സന്നിധി വരേണ്ടത്? ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുമ്പോൾ വെറും കൈയോടെ വരരുതെന്നേ. സ്വത്രാജ്യം കൊണ്ട് വരണമെന്നല്ല പറഞ്ഞത്. ഒരുക്കപ്പെട്ട ധൂപവർഗവുമായി, ഒരുക്കപ്പെട്ട ആരാധനയുമായി ദൈവമക്കൾ കടന്നു വരണം. എത്ര പേര് ഒരുക്കി കടന്നു വരുന്നത് എനിക്കറിയില്ല. എത്ര പേര് അല്ലെങ്കിൽ ആത്മാർത്ഥമായി ദൈവമേ ഇന്ന് കടന്നു വരുമ്പോൾ ആത്മാവിന്റെ നേരെയുള്ള ആരാധന വെളിപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും എത്ര പേര് വരുന്നെന്ന് എനിക്കറിയില്ല. ഞാൻ ആരെ വിധിക്കുവാൻ യോഗ്യനല്ല. പക്ഷെ ഒരു കാര്യം ഓർത്തു കൊള്ളണം, ആരാധനയ്ക്ക് വരുമ്പോൾ ഒരുക്കപ്പെട്ടു വരണം, ഒരുക്കപ്പെട്ടു വരണം. അങ്ങനെ ഒരുക്കപ്പെട്ടു വരുന്ന ആരാധന വെളിപ്പെടത്തുള്ളൂ. പലരും പറയാൻ ആരാധനയില്ല, എന്താ ഒരു ജീവനില്ല, ഒരു ചൈതന്യമില്ല. എന്താ ഇല്ലാത്തത്? ആദ്യം നമ്മെ തന്നെ ജീവനും ചൈതന്യം ഉള്ളവരാക്ക്. ആദ്യമേ നമ്മളെ തന്നെ ഒരുക്ക്. സ്തോത്രം. മറ്റാരെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല, മറ്റാരുടെ മേലും പഴിചാറേണ്ട കാര്യമില്ല. ഞാൻ ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന എനിക്ക് ഒരുക്കമുള്ളവളായി പോകണം. അങ്ങനെ എല്ലാവരോടും ഒരുങ്ങി വരുമ്പോഴാണ് ഇവിടുത്തെ അന്തരീക്ഷം മാറുന്നത്. ആർക്കും പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. സ്തോത്രം. അങ്ങനെ വരുമ്പോൾ അങ്ങ് ആരാധിച്ചോണം, പിടിച്ചു നിർത്തിയേക്കരുത്. സ്തോത്രം. ഒരു ദിവസം സങ്കീർത്തനം വായിച്ചില്ലെന്നും മലയൊന്നും ഇടിഞ്ഞു വീഴത്തില്ല. ഒരു ദിവസം പ്രസംഗിച്ചില്ലെങ്കിലും മലയൊന്നും ഇടിഞ്ഞു വീഴത്തില്ല. ആരാധന ദൈവത്തിന്റെ ആത്മാവ് പ്രേരണ നൽകുന്ന പോലെ ആരാധിക്കുമ്പോൾ ആ ആരാധനയിൽ ഇതുവരെ അല്ലെങ്കിൽ നടക്കാത്തതായ, ഇതുവരെ നടന്നിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തിനകത്ത് വെളിപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോഴാണ് മഹത്വം സ്വർഗത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് സ്വർഗത്തിലുള്ള ദൈവപ്രവൃത്തി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അല്ലാതെ ഇവിടെ കണ്ണും പിടിച്ചിട്ട് നോക്കിയിരുന്നു അലസരായിരിക്കുന്നവരെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരില്ല. അവർക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയുകയില്ല. സ്തോത്രം. ഇപ്പൊ എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടണമെന്നാണ് നമ്മുടെ ചിന്താഗതി. ചുമ്മാതാ. സ്തോത്രം. അക്ഷയപാത്രം പോലെ ആയിരിക്കണമെന്ന് എല്ലാവരുടെയും ആഗ്രഹം. ചുമ്മാതാ. ദൈവത്തെ നമ്മൾ വിശ്വസ്തയോടെ ആരാധിക്ക്, പരമാർത്ഥതയോടെ. സ്തോത്രം. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആരാധിക്ക്. സ്തോത്രം. അപ്പോൾ ഇതെല്ലാം സാധ്യമായി തീരുന്നേ. സ്തോത്രം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ആരാധന സമയബന്ധിതമായി നമുക്ക് പരിമിതികളൊക്കെ ഉണ്ട്. നമുക്ക് എത്ര സമയത്തിനുള്ളിൽ നമുക്ക് തീർക്കണം, കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കണം. അത് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞു വന്നത്, സമയബന്ധിതമായിട്ടുള്ള ആരാധനയല്ല ആരാധന. ഇന്ന സമയത്ത് ആരാധിക്കുക, ഇന്ന സമയത്ത് പ്രാർത്ഥിക്കുക, ഇന്ന സമയത്ത് പോകുക, അതൊന്നുമല്ല. വീട്ടിലിരുന്ന് ആരാധിച്ചാൽ അതുകൊണ്ട് വീട്ടിൽ ഇരുന്നേക്കാമെന്ന് വിചാരിക്കരുത്. സ്തോത്രം. വീട്ടിൽ ഇരിക്കുമ്പോഴും ആരാധന വരുമെന്നേ. സ്തോത്രം. അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നവർക്കാണ് ദൈവമായിട്ടൊരു അടുത്ത ബന്ധമുണ്ടാകുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയ്ക്കാത്തൊരു ആരാധന, ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ സംഗീതത്തിൽ കാണുന്ന മറ്റൊരു കാര്യം, ദൈവനാമത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് സംഗീതത്തിൽ പറയുന്നുണ്ട്. ദൈവനാമത്തിന്റെ ശ്രേഷ്ഠത അത് 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഉന്നതത്തിൽ വസിക്കുന്നവനായ നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശ്യൻ ആരുള്ളൂ? നമ്മുടെ ദൈവം സകല ജാതികൾക്കും മീതെ അവന്റെ മഹത്വവും ആകാശത്തിന് മീതെ ഉയർന്നിരിക്കുന്നവനുമാകുന്നു. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച്
അവിടെ വർണ്ണിക്കുകയാണ് സങ്കീർത്തനക്കാരൻ ചെയ്യുന്നത്. ഇനി ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞ മറ്റൊരു ഭാഗമുണ്ട്. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, സ്തോത്രം, നമ്മെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആരെയാ? ആരാധിക്കുന്നവനെ, ആരെയാ? സ്തുതിക്കുന്നവനെ, ആരെയാ? കരയുന്നവനെ, അല്ലല്ലേ, ആരെയാ? ദൈവമായിട്ടുള്ള ബന്ധം പുലർത്തുന്നവനെ. സ്തോത്രം. അല്ല, മറ്റുള്ളവരുടെ മുമ്പ് അല്ല, അവൻ എളിയവനായിരിക്കാം, അവൻ ദരിദ്രനായിരിക്കാം, പക്ഷേ ദൈവത്തിന് മുമ്പിൽ അവൻ ശ്രേഷ്ഠനാണ്. മനുഷ്യൻ നിന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല, അല്ല, ദൈവം നിന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളതാ. അല്ല, മനുഷ്യൻ നമ്മളെ എങ്ങനെ അറിയുന്നു എന്നുള്ളതല്ല, ദൈവം നമ്മളെ എങ്ങനെ അറിയുന്നു എന്നുള്ളതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്തോത്രം. മനുഷ്യൻ നമ്മളെ ദരിദ്രരായിട്ട് തള്ളിക്കളഞ്ഞേക്കാം. ഒരിക്കൽ ഇവിടെ കേട്ട കാര്യമാണെന്ന് തോന്നുന്നത്. നമ്മുടെ ഈ അടുത്ത സമയത്താണ് ഒരു ഹല്ലേലൂയ സാഹിബ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വെട്ടമല ഉപദേശി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കളർ കണ്ടപ്പോഴത്തേന് തോന്നിയിട്ട് എന്തൊക്കെയോ സംസാരത്തിനിടയിൽ ആക്ഷേപകരമായിട്ടുള്ള പല കാര്യങ്ങളും സംസാരിച്ചു. വളരെ ഹൃദയവേദനയോടെ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ പോയി ദൈവത്തോട് ചോദിച്ച ചോദ്യം, ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ തനിക്ക് കിട്ടിയതാണ് ഹല്ലേലൂയ സ്തോത്രം. ഉലകക്കൊയിൽ കൊടുംവെയിൽ കൊണ്ടതിനാൽ ഇരുൾ നിറമായ എനിക്കെങ്കിലും താൻ തള്ളുകയില്ലെന്നെ തിരുകൃപയാൽ തന്നിടൽ അതിലൻ എൻ പ്രിയൻ എന്ത് മനോഹരനാ. ഈ ലോകത്തിൽ നമ്മളെ കാണുന്നവർക്ക് വലിയ ഭംഗിയൊന്നും നമ്മളെ കാണാൻ കഴിയില്ല, വലിയ സൗന്ദര്യമൊന്നും മറ്റുള്ളവർക്ക് നോക്കിയാൽ ഒരുപക്ഷെ കാണാൻ കഴിഞ്ഞെന്ന് വരികയില്ല. സൗന്ദര്യം നോക്കിയല്ല ദൈവം മനുഷ്യനെ തെരഞ്ഞെടുത്തത്. അല്ല കുടുംബശ്രേഷ്ഠതയോ കുടുംബ മഹിമയോ അല്ല ഉന്നത അല്ല കുല ആചാരബന്ധമോ ഒന്നും നോക്കിയല്ല ദൈവം മനുഷ്യനെ നമ്മെ തെരഞ്ഞെടുത്തത്. പിന്നെയോ ഹല്ലേലൂയ, ദൈവം ചില നമ്മിൽ ആഗ്രഹിച്ചിട്ട് ചില നമ്മിൽ കണ്ടിട്ട് അവൻ നമ്മെ തെരഞ്ഞെടുത്തത്. എത്രയോ ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു, എത്ര ഉന്നതന്മാരുണ്ടായിരുന്നു, എത്രയോ ഹല്ലേലൂയ പദവികൾ അലങ്കരിച്ചവർ, എത്രയോ മഹത്വമുള്ളവർ, സ്ഥാനമാനങ്ങളുള്ളവർ, അല്ല സൗന്ദര്യമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, അവരൊക്കെ ഉണ്ടായിരിക്കെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തരായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ഓർക്കുമ്പോ ദൈവത്തിൽ എങ്ങനെ മൗനമായിരിക്കാൻ കഴിയും? എങ്ങനെ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയും? അതൊക്കെ ഓർക്കുമ്പോൾ ആരും പ്രേരിപ്പിക്കാതെ ആരാധന തനിയെ വന്നോളും. അന്ന പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഒന്ന് ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മത് വായിക്കുന്നുണ്ട്. പ്രവചന ദൂതായിട്ടൊക്കെ നമുക്കത് കാണുവാൻ കഴിയും. അതേ കാര്യം തന്നെ ഇവിടെ എടുത്തു പറയുന്നത്. സ്തോത്രം. എളിയവരെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും. സ്തോത്രം. 2-ാം അധ്യായത്തിൽ നമ്മത് വായിക്കുന്നുണ്ട്. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. എന്തിനാ? വെറുതെ ഉയർത്തി വെച്ചതല്ല. എന്തിനാണെന്നറിയാമോ? ഒരിക്കലും ഈ ലോകത്തിലെ പ്രഭുക്കന്മാരോട് കൂടി ഇരിപ്പാൻ ഒരു യോഗ്യതയും ഉണ്ടായിരുന്നല്ലോ നമുക്ക്. സ്തോത്രം. അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ഹന്ന തൻ്റെ ജീവിത അനുഭവത്തോടെയാണ് പറയുന്നത്. സ്തോത്രം. ഉന്നതന്മാരോട് കൂടി ഇരിപ്പാൻ തനിക്കൊരവസരവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവം തന്നിൽ കടാക്ഷം വെളിപ്പെടുത്തിയപ്പോൾ അല്ല ദേശത്തിലെ ഉന്നതന്മാരോടുകൂടെ, സ്തോത്രം, ഹല്ലേലൂയ, ദേശത്തിലെ ഉന്നതന്മാരോടുകൂടെ ഇരിപ്പാൻ ദൈവം തന്നെ യോഗ്യതയുള്ളവളാക്കി. എലി പറഞ്ഞതാ, വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കുക, എൻ്റെ വീഞ്ഞിറങ്ങട്ടെ, മത്ത് ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞതാ. ലോകം നമ്മെ എങ്ങനെയൊക്കെ കാണത്തുള്ളൂ. സ്തോത്രം. ലോകത്തിന് കാണുവാൻ അവരുടേതായൊരു കണ്ണുണ്ട്, പക്ഷെ ദൈവം നമ്മെ കാണുന്ന ആ കണ്ണോടുകൂടെയല്ല. സ്തോത്രം. അവൾ ദൈവസന്നിധാനത്തിൽ നിലവിളിക്കുന്ന നിലവിളി മറ്റാരും നിന്റെ കണ്ണുനീർ കണ്ടില്ലെങ്കിലും, നിന്റെ നിലവിളി കേട്ടില്ലെങ്കിലും നിന്റെ കണ്ണുനീർ നഷ്ടപ്പെട്ടു പോകത്തില്ല, നിന്റെ നിലവിളി നഷ്ടപ്പെട്ടു പോകത്തില്ല. നീ ഒഴിക്കെ ഒരു തുള്ളി കണ്ണുനീർ പോലും ഹല്ലേലൂയ അത് നഷ്ടപ്പെട്ടു പോകുന്ന കണ്ണുനീരല്ല. ഹല്ലേലൂയ അതിൻ്റെതായ വിടുതൽ, അതിൻ്റെതായ പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ അത് ഇവിടെ നാം അനുഭവിപ്പാനിടയാകും, മറ്റുള്ളവർ അത് കണ്ട് ലജ്ജിപ്പാനിടയാകും. ഈ കുറ്റം പറഞ്ഞ ഏലിയും ഏലിയുടെ മക്കളും എവിടെ പോയി? നിന്ദിക്കപ്പെട്ട ഹന്നായും അവന്റെ മകനും എവിടെ എത്തി? അവന്റെ മകനും എവിടെ എത്തി? അത് ഓർക്കുമ്പോൾ ഹന്നയ്ക്ക് പാടാൻ കഴിയാതിരിക്കില്ല.
എളിവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം. ദരിദ്രനെ പൊടിയിൽ, എളിവനെ ഹല്ലേലൂയ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുന്ന ദൈവം. വെറുതെ അങ്ങ് ഉയർത്തുകയല്ല. എന്തിനു വേണ്ടി? അതിന് അല്ല, ഉയർത്താൻ ചില കാരണമുണ്ട്. എന്തിനാ? പ്രഭുക്കന്മാരോടുകൂടെ, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തേണ്ടതിന്, നിന്ദിച്ചവളുടെ മുമ്പാകെ മാനിക്കേണ്ടതിന്. അല്ല, അവളുടെ വീട്ടിൽ നിന്ന് അവൾ അനുഭവിക്കേണ്ടി വന്നു, അല്ല നാട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നു, അല്ല സമൂഹത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നു. സ്തോത്രം. പഴയ കാലം പഠിക്കുമ്പോഴേ നമുക്ക് തന്നെ അറിയാം. ഈ പണ്ടത്തെ കാലങ്ങളിൽ നാം കേട്ടിട്ടുണ്ട്, പഠിച്ചു. ഈ മക്കളില്ലാത്തവരെ അവർ ശപിക്കപ്പെട്ടവരായി കരുതിയ കാലമുണ്ട്. വിധവമാരെ ശപിക്കപ്പെട്ടവരായി കണ്ട കാലങ്ങളുണ്ട്. ആ കാലത്തിനൊക്കെ ഒന്ന് മാറ്റം വന്നു. സ്തോത്രം. ആ കാലഘട്ടം ഹന്നയുടെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചേ. മറ്റുള്ളവരെല്ലാം തള്ളിക്കളഞ്ഞു. അവളുടെ സഹോദരി പോലും അവളെ നിന്ദിച്ചു, സഹോദരന്റെ മക്കൾ നിന്ദിച്ചു. പക്ഷെ അവർ ഒറ്റ ഒരെണ്ണത്തിന്റെ പേര് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയില്ല. നിന്ദിക്കപ്പെട്ട ഹന്നയുടെയും അവളുടെ മകന്റെയും പേര് പുസ്തകത്തിൽ രേഖപ്പെടുത്തി. അതാ ദൈവം. നീ നിന്ന സഹിക്കുന്നെങ്കിൽ, നീ അപമാനം സഹിക്കുന്നെങ്കിൽ, നീ പരിഹാസം സഹിക്കുന്നെങ്കിൽ, നീ ക്ലേശം സഹിക്കുന്നെങ്കിൽ, അതിനൊക്കെ ഒരു പ്രതിഫലമുണ്ട് കേട്ടോ. നീ ആര് നിന്ദിച്ചോ, നീ എവിടെ നിന്ദിക്കപ്പെട്ടോ, നീ എവിടെ പരിഹസിക്കപ്പെട്ടോ, നീ എവിടെ താഴ്ത്തപ്പെട്ടോ, നീ എവിടെ ഒതുക്കപ്പെട്ടോ, അവിടെ നിന്നെ ഉയർത്തിക്കൊണ്ട് വരുന്ന ദൈവം. ദൈവം നീ അറിയാൻ പറയാൻ പറഞ്ഞു പോകരുത്. അവൻ നിന്നെ ഉയർത്തിക്കൊണ്ട് വരുന്ന ദൈവം. എന്തോ ഇന്ന് ഈ ഭാഗത്ത് സൂക്ഷിക്കാൻ ഹൃദയത്തിലൊക്കെ പ്രേരണ തരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നീ നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത് അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാ. നീ എവിടെ തകർക്കപ്പെട്ടോ അവിടെ നിന്നെ പണിയുന്ന ദൈവമാ. നീ എവിടെ അപമാനിക്കപ്പെട്ടോ അവിടെ നിന്നെ മാനിക്കുന്ന ദൈവമാ. പൊതുസമൂഹത്തിൽ ഇറങ്ങാൻ പലപ്പോഴും നീ മടിച്ചിട്ടുള്ള അനുഭവമുണ്ട്. മറ്റുള്ളവരുടെ മുമ്പാകെ നിൽക്കുവാൻ നീ ലജ്ജിച്ച ദിവസങ്ങൾ നിന്റെ മുമ്പിലുണ്ട്. ഇന്ന് പകൽവേള ഞാൻ വളരെ വ്യക്തമായി വിളിച്ചറിയിക്കട്ടെ, നിന്നെ മാറ്റുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ അപമാനം മാറ്റുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ പരിഹാസം മാറ്റുന്ന ഒരു ദിവസമുണ്ട്. നിന്നെ മാനിച്ചുയർത്തുന്ന ഒരു ദിവസമുണ്ട്. നിന്ദിച്ചവർ നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. Praise you, Jesus. സ്തോത്രം. വിശുദ്ധിക്ക് വേണ്ടി നിലകൊണ്ട യോസേപ്പേ, ഒരു ചെറിയ തുണിക്കഷ്ണം എടുത്തുകൊണ്ട്, നിന്റെ വസ്ത്രം എടുത്തുകൊണ്ട്, അതിന്റെ പിറകെ നിന്നെ കുറ്റം വിധിച്ച് നിന്നെ ജയിലിലാക്കിയ ദിവസങ്ങളുണ്ട്. പക്ഷെ അതിന് തക്കവണ്ണം നീ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന, നിന്റെ ജയിലറകൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ആര് നിന്നെ കുറ്റം വിധിച്ചോ, ആര് നിന്നെ ഒതുക്കാൻ ശ്രമിച്ചോ, അവർ നിന്റെ മുമ്പിൽ വണങ്ങും, അവർ നിന്റെ മുമ്പിൽ കുമ്പിടും. രാജാവിന്റെ കൽപ്പനയാ. രാജാവ് ബഹുമാനിപ്പാനിരിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ ചെയ്യും. അവൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്ന പോലെ ചെയ്യണം. അത് പൊത്തിഫാറായാലും ചെയ്യണം, അവന്റെ ഭാര്യയായാലും ചെയ്യണം. അല്ലല്ലോ, ദേശത്തിലെ ആരായാലും രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ച അതവൻ അനുസരിച്ചേ മതിയാവൂ. മഹാരാജാവ് നിനക്ക് വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കാൻ പോകുകയാ. രാജാവായ ദൈവം നിനക്ക് വേണ്ടി ഒരു കൽപ്പന പുറപ്പെടുവിക്കുക. അല്ലല്ലോ, അവൻ നിന്നെ പറഞ്ഞ ദൈവമല്ല. നീ എവിടെ നിന്ദിക്കപ്പെട്ടോ, നീ എവിടെ അപമാനിക്കപ്പെട്ടോ, അവിടെ നീ മാനിക്കപ്പെടും. സ്തോത്രം. അന്ന് തല ഉയർത്തി ഒരു തുണിയും പിടിച്ചോണ്ട് നിന്ന പൊത്തിഫാറിന്റെ ഭാര്യ. ഞാൻ അതിനെ പിന്നീട് എന്റെ ഭാവനയെ കാണുന്നത്, അവൾ തല കുനിച്ച് തലമൂടി, സ്തോത്രം, രാജാവിന്റെ കൽപ്പന അനുസരിക്കുന്നത്. സ്തോത്രം. യോസേഫിനോട് എന്താ രാജാവ് പറഞ്ഞു? സ്ഥാനം കൊണ്ട് മാത്രം ഞാൻ ഒന്നാമൻ. നീ അറിയാതെ ഈ ദേശത്ത് ആരും അനങ്ങത്തില്ലെന്ന്. നമ്മുടെ ഭാഷയെ പറഞ്ഞ ഒരു ഈച്ച പോലും അനങ്ങത്തില്ലെന്ന്. ആരാ?
വിശുദ്ധിക്ക് വേണ്ടി നിലകൊണ്ട യോസഫ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പ്രമാണിച്ച ഹല്ലേലൂയ യോസഫ്, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ദൈവ വൈതലേ, ദൈവത്തിന് കരയുന്ന ദൈവ വൈതലേ, ദൈവത്തിന് ഉപവസിക്കുന്ന ദൈവ വൈതലേ, ദൈവത്തിന് നിലവിളിക്കുന്ന ദൈവ വൈതലേ. ഹല, ഒരു പക്ഷെ നീ നിന്ദിക്കപ്പെട്ടേക്കാം, നീ പരിഹസിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നീ സാമ്പത്തികമായി അത് താഴെക്കിടയിൽ നിൽക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ നിന്നെ മാനിച്ചെന്ന് വരികയില്ല, അംഗീകരിച്ചെന്ന് വരികയില്ല. അല്ല, ഒരു പക്ഷേ ഏതെങ്കിലും സാഹചര്യവശ മറ്റുള്ളവർ നിന്നെ അകറ്റി നിർത്തുമ്പോ ഇന്ന് പകൽ ഓർത്തുകളാണ്, നിന്നെ ചേർത്തുകൊള്ളുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. എന്നാ പറയാ, ഒന്ന് വായിക്കാമോ? സ്തോത്രം. 2-ാം അധ്യായത്തിലേക്ക് വന്നേ. ശമേലും ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം മുതൽ വായിച്ചു. ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പൊഴിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി തരുവാനും. മതി. സ്തോത്രം. നിങ്ങൾ വീട്ടിൽ പോയ ഭാഗങ്ങളൊന്ന് വായിച്ച് ഒന്ന് ചിന്തിക്കണം കേട്ടോ. അതിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും. നിന്നെ താഴ്ത്തുക എന്തെന്നറിയാമോ? നിന്നൊന്ന് ഉയർത്താനാ. നീ എവിടെങ്കിലും താണു പോയിട്ടുണ്ടെങ്കിൽ, നാം എവിടെങ്കിലും താണു പോയിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളാം, ഇത് ദൈവം എന്നെ താഴ്ത്തിയത് എന്തിനെന്നറിയാമോ? എന്നെ ഉയർത്താൻ, എന്നെ ഉയർത്താൻ. എവിടെങ്കിലും ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്രം, ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചോ, നിന്നെ ഉയർത്തുന്ന ഒരു ദിവസം വരും, നിന്റെ കുറവുകൾ പരിഹരിക്കുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കണം ദൈവമക്കൾ. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കിലും വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഈ സാധാരണഗതിയിൽ കുപ്പയിലേക്ക് വലിച്ചെറിയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായിട്ടുള്ളതാണ്. വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും അതിനെ തിരിഞ്ഞു നോക്കാറില്ല. ഒരു പക്ഷേ അത് പൊടിഞ്ഞ് ആ മണ്ണിൽ വളമായി തീരുകയോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി എവിടെങ്കിലും മാറ്റപ്പെട്ട് കിടക്കുകയോ ചെയ്യാം. എന്നാൽ സ്തോത്രം, അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ പാപികളായിരുന്ന നമ്മെ ഒരു കണ്ണിനും ദയവ് തോന്നാതിരുന്നപ്പോൾ, ആർക്കും രക്ഷിപ്പാൻ കഴിയാതിരുന്നപ്പോൾ, ആർക്കും ദയവ് തോന്നാതിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു കണ്ണിന് ദയവ് തോന്നാതിരുന്ന സ്ഥാനത്ത് നിന്ന് നമ്മുടെ അത്യുന്നതനായ കർത്താവ് സ്വർഗത്തിലെ സകല മഹിമകളും വെളിഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, മഹത്വപൂർണനായ ദൈവം, സ്വർഗത്തിലെ മണിമുകടമായിരുന്ന കർത്താവ്, അല്ല സകല മഹത്വവും വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നെന്നറിയാമോ? അല്ല ദരിദ്രരായ നമ്മെ ഉയർത്തുവോ, ഹല്ലേലൂയ, അഗതികളായ നമ്മെ കടാക്ഷിപ്പാൻ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുത്തുവാൻ അവൻ ഈ താണഭൂമിയിലേക്ക് വന്നു. സ്തോത്രം. ആർക്കും വേണ്ടാതിരുന്ന നമ്മെ, ഒരു ഗുണവും ഇല്ലെന്ന് പറഞ്ഞത് നമ്മെ ദൈവം ഗുണവാന്മാരാക്കി. നമുക്ക് ദൈവം ഉന്നതി നൽകി. സ്തോത്രം. പലരും ചിന്തിക്കാത്ത അഭിവൃദ്ധിയും പലർക്കും സ്വപ്നം കാണാത്ത അനുഭവങ്ങളും നന്മകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലഭിപ്പാൻ കാരണമായത് മറ്റുള്ളവർ നമ്മളെ പകച്ചപ്പോഴും, മറ്റുള്ളവർ നമ്മളെ മാറ്റി നിർത്തിയപ്പോഴും, മറ്റുള്ളവർ നമ്മളെ ഒതുക്കി നിർത്തിയപ്പോഴും, ഹല്ലേലൂയ, ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും വിധത്തിൽ അവർ നമ്മെ ഒതുക്കി നിർത്തുമ്പോഴും, ഹല്ലേലൂയ, നമ്മിൽ പ്രസാദിച്ച നമ്മുടെ ദൈവം, ഹല്ലേലൂയ, നമ്മെ മാനിക്കുവാൻ, നമ്മെ ആദരിക്കുവാൻ, ഹല്ലേലൂയ, സ്വർഗത്തിലെ സകല ആദരവുകളും ബഹുമാനവും മാറ്റിവെച്ചിട്ട് നമ്മിൽ ഒരുവനായി താണഭൂമിയിലേക്ക് വന്ന് നമ്മോടൊപ്പം ജീവിച്ച്, നമ്മോടൊപ്പം ചരിച്ച്, നമ്മെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കാൻ അവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. ആർക്കും നമ്മളെ രക്ഷിപ്പാൻ കഴിയാതിരുന്ന സാഹചര്യം, ആർക്കും വീണ്ടെടുപ്പാൻ കഴിയാതിരുന്ന സാഹചര്യം, അതിന്റെ നടുവിൽ നമ്മെ രക്ഷിപ്പാൻ, നമ്മെ വിടുവിപ്പാൻ നമുക്ക് വേണ്ടി താണിറങ്ങി വന്ന ആ ദൈവത്തിന്റെ മഹാസ്നേഹം. അതാണ് ഈ കാണിക്കുന്നത്. അതാണ് ഈ മേശ നമ്മളോട് വിളിച്ചു പറയുന്നതാണ്. സ്തോത്രം. ആർക്കും എന്നെ രക്ഷിപ്പാൻ കഴിയാതിരുന്നപ്പോൾ,
ആർക്കും എന്നെ ഉദ്ധരിപ്പാൻ കഴിയാതിരുന്നപ്പോൾ ഹല്ലേലൂയ എന്നെ ഞാൻ ഹല്ലേലൂയ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടവനോ മാറ്റപ്പെട്ടു പോകേണ്ടവളോ ആണ്. ഹല്ലേലൂയ സ്തോത്രം. മറ്റുള്ളവർ എന്നെ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് എന്നെ ചേർത്തുകൊണ്ട ദൈവത്തിന്റെ സ്നേഹം. സ്തോത്രം. കുപ്പത്തൊട്ടിയിൽ നിന്ന് പിന്നെ വലിച്ചെടുക്കാറില്ല, പക്ഷേ നമ്മുടെ കർത്താവ് നമ്മെ വലിച്ചെടുത്തു. നമ്മുടെ ദൈവം നമ്മെ വലിച്ചെടുത്തു. ദൈവത്തിന് നമ്മോട് തോന്നിയ ആ സ്നേഹം. സ്തോത്രം. ദൈവത്തിന് നമ്മോട് തോന്നിയ ആർദ്രത, ദൈവത്തിന് നമ്മോട് തോന്നിയ മനസ്സലിവ്. നമുക്കറിയാമല്ലോ, ഒരിക്കൽ നമുക്ക് 1 ശമൂവേൽ പുസ്തകത്തിൽ തന്നെ അത് വായിക്കാൻ, 1 ശമൂവേൽ പുസ്തകം 2 ശമൂവേൽ പുസ്തകത്തിൽ അത് വായിക്കാൻ കഴിയുന്നുണ്ട്. മെഫീബോശത്ത് എന്ന ഒരു മനുഷ്യൻ ശൗലിന്റെ കാലശേഷം ദാവീദ് രാജാവായി വാഴുമ്പോൾ യോനാഥാനോട് ചെയ്ത ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ദാവീദ് ചോദിക്കുകയാണ്, ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ ഞാൻ കരുണ കാണിക്കേണ്ടത്? അന്വേഷിച്ച് വന്നപ്പോൾ ഒരുവനുണ്ടെന്നറിഞ്ഞു. ഗുണമുള്ളവനൊന്നും അല്ല. ഞാൻ അവനെ കൊണ്ടുവന്നാൽ നമുക്ക് പ്രയോജനമൊന്നുമില്ല. പക്ഷേ ദാവീദ് എന്താ ചെയ്തതെന്നറിയാമോ? അവൻ ചെയ്ത നിയമം ഓർത്തു. അവൻ പറഞ്ഞ വാക്കവൻ പാലിച്ചു. സ്തോത്രം. നിന്റെ പിതാവായ സ്തോത്രം, നിന്റെ പിതാവിനോട് ചെയ്ത ആ വാഗ്ദത്തം, ഞങ്ങൾ ചെയ്ത ഉടമ്പടി, അത് ഞാൻ നിവർത്തിക്കും. എന്തായാലും രാജാവ് ഈ ശൗലിന്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് മെഫീബോശത്തെങ്കിലും മെഫീബോശത്തിനൊരു സംശയം തോന്നി, ഇനി ഞാനും കൂടെ ഉള്ളൂ, എന്നെ കൂടെ ഒതുക്കി തീർക്കാനാണ്. ആ ഒരു ചിന്തയൊക്കെ വന്നു കാണും. പക്ഷെ ദാവീദ് എന്താ ചെയ്തേ? പണ്ടുള്ള ആ വൈരം ഓർത്തില്ല, ആ ശത്രുത ഓർത്തില്ല. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അതിങ്ങനെ വെച്ചോണ്ടിരിക്കും അല്ലേ? എവിടെങ്കിലും ഇട്ട് തീർക്കാൻ കിട്ടിയാൽ നമ്മൾ തീർക്കും. സ്തോത്രം. പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ദൈവം നമ്മോട് കാണിച്ച കരുണ കൃപയനുസരിച്ച് നമ്മൾ വിട്ടുകളയേണ്ടത് വിട്ടുകളയണം. ക്ഷമിക്കേണ്ടത് ക്ഷമിക്കണം. ക്ഷമിച്ചാലും ഞാൻ മറക്കത്തില്ലെന്ന് പറയരുത്. അങ്ങനെ ചിലരുണ്ട്, ക്ഷമ ചോദിക്കും, പറയും, അവസാനം പറയും ഞാൻ ക്ഷമിച്ചു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാനിത് മറക്കത്തില്ല. പിന്നെ എന്താ ക്ഷമ കൊണ്ട് കാര്യം? ആ ക്ഷമ കൊണ്ട് അങ്ങോട്ട് ചെല്ലൂ. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത് നിരുപാധികം വിട്ടുകളയുക എന്നുള്ളത്. നിരുപാധികം വിട്ടുകളയും. ഇന്ന് നമുക്കതിന് കഴിയുന്നില്ല, പക്ഷെ കഴിയണം. ഒരു ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിന് കഴിഞ്ഞേ മതിയാവൂ. ആരും പറയാ വിട്ടുകളയേണ്ടത് വിട്ടുകളഞ്ഞില്ലെങ്കിൽ എങ്ങോട്ട് പോകാനിരിക്കുക? നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചില്ലെങ്കിൽ എവിടെ പോകാനിരിക്കുക? അപ്പൊ മെഫീബോശത്തിനെ വിളിക്കുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. എങ്ങനെ അവൻ മുടന്തനായി തീർന്നതൊക്കെ അറിയാം. അവനെ പൊക്കി എടുത്തുകൊണ്ട് രാജസന്നിധി കൊണ്ടുവന്നു. രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് രാജാവ് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ നിന്റെ അപ്പനായ യോനാഥാനോട് ഞാൻ ചെയ്ത നിയമം അനുസരിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ സകല സ്വത്തും ഞാൻ നിനക്ക് തിരിച്ചു തരും. ഞാൻ നിനക്ക് തിരിച്ചു തരുന്നു. അപ്പോൾ മെഫീബോശത്ത് പറഞ്ഞൊരു ഭാഗമാണ്, ചത്തനായെ പോലെയുള്ള അടിയനെ കടാക്ഷിപ്പാൻ ഞാൻ എന്തുള്ളൂ. ചത്ത നായ്ക്ക് സമാനമായിരുന്നു. സ്തോത്രം. നമ്മൾ സിംഹത്തിന് മുമ്പിൽ നായ്ക്കൊരു വിലയില്ല. പക്ഷേ ചത്ത നായാണെങ്കിലോ, പോട്ടെ, ജീവനുള്ള നായാണെങ്കിൽ ഒന്ന് സിംഹം അലറി വരുമ്പോൾ ഒന്ന് തിരിച്ച് കുറയ്ക്കുകയെങ്കിലും ചെയ്യാം നമുക്ക്. ചത്ത നായാണെങ്കിലും നിന്റെ മുമ്പിൽ ഞാൻ ഏതുമില്ല.
എൻ്റെ കുടുംബത്തെ നോക്കിയാൽ ഞാനിതിന് യോഗ്യനല്ല, എനിക്കൊട്ട് പ്രാപ്തിയുമില്ല നിന്നെ സേവിപ്പാൻ. പക്ഷെ ദാവീദ് പറഞ്ഞു, നീ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷിച്ചോളാം. ഒരു ദിവസം പോലും ഒരു നേരം പോലും കുറവ് സംഭവിക്കില്ല. നിത്യം എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചോണം. നിന്റെ അപ്പനായ ശൗലിന്റെ സകല സ്വത്തും ഞാൻ നിനക്ക് തിരിച്ചു തരുന്നു. സ്തോത്രം. ഇതുപോലെ ദൈവം നമ്മോടും കാണിച്ചേ, ഇതുപോലെ ദൈവം നമ്മോടും കാണിച്ചേ. സ്തോത്രം. ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് സ്വഭാവം നോക്കിയാൽ, ജീവിതാനുഭവങ്ങൾ നോക്കിയാൽ നമുക്കിതിനൊന്നും യോഗ്യത ഉണ്ടായിരുന്നില്ല, നമുക്കിതിനൊന്നും യോഗ്യത ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൈവം അതൊന്നും നോക്കിയില്ല. നമ്മുടെ സ്വഭാവം നോക്കിയില്ല, നമ്മുടെ രൂപം നോക്കിയില്ല, നമ്മുടെ ഭാവം നോക്കിയില്ല, നമ്മുടെ ഗുണം നോക്കിയില്ല, നമ്മുടെ മെച്ചം നോക്കിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ധനശിഷ്ടം നോക്കിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്നും നോക്കാതെ നമ്മുടെ തമ്പുരാൻ നമ്മോട് കാണിച്ച കരുണയാണ്, നമ്മോട് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ സ്നേഹമാണ് ഞാൻ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എളിയവരെ ഓർക്കുന്ന ദൈവം, എളിയവരെ ആദരിക്കുന്ന ദൈവം. വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്ര ദിവസങ്ങളിൽ കർത്താവ് നമ്മെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു, കർത്താവിൻ്റെ ഹിതം എന്തോ, നമ്മൾ കർത്താവിൻ്റെ ഹിതം അറിയുന്നവരായിരിക്കണം. അതനുസരിച്ച് ദിവസങ്ങളിൽ കർത്താവിനോട് നിലകൊണ്ടേയാകട്ടെ. ദൈവം നമ്മെ മറന്നു പോകുന്ന ദൈവമല്ല, ദൈവത്തെ ആരാധിക്കുന്നവനെ മറക്കുന്ന ദൈവമല്ല. ഞാനിവിടെ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, സ്തോത്രം, ആരാധിക്കുന്നവനെ മറക്കുന്ന ദൈവമല്ല. ഇവിടെ തുടങ്ങിയ നീ ദൈവത്തിന് സ്തോത്രം ചെയ്യണം, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. ഇതെല്ലാം പറഞ്ഞിട്ട് പറയാ, നിന്നെ അവൻ കുപ്പയിൽ നിന്ന് ഉയർത്തും. ആരെ? യഹോവയെ ആരാധിക്കുന്നവനെ. ആരാധിക്കാൻ തയ്യാറായാൽ നിന്റെ സ്ഥിതിക്ക് ഭേദം വരും. സ്ഥിതിക്ക് ഭേദം വരാൻ ആരാധിക്കരുത്. വലതും കിട്ടണമെന്നുള്ള പ്രതീക്ഷയാണ് ദൈവത്തെ ആരാധിക്കരുത്. ദൈവത്തെ ആരാധിക്കുന്നത് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചോണം. അതെന്ത് തന്നെ ആയാലും, എത്ര നന്മയായാലും ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട്, ആരാധിച്ചത് കൊണ്ട് ലഭിക്കുന്ന നന്മ സന്തോഷത്തോടെ സ്വീകരിച്ചോണം. പക്ഷെ നന്മ പ്രാപിപ്പാൻ നമ്മൾ എന്ത് ചെയ്യരുത്? ദൈവത്തെ ആരാധിക്കരുത്. എനിക്ക് സമ്പത്തുണ്ടാകണമെന്ന് വിചാരിച്ച് ഞാൻ ദൈവത്തെ ആരാധിക്കരുത്. സ്തോത്രം. ആ ആരാധന കൊണ്ട് യാതൊരു അർത്ഥവുമില്ല, ആരാധനയ്ക്ക് യാതൊരു വിലയില്ല. സ്തോത്രം. ഇന്ന് പകൽവേള ദൈവസന്നിധാനത്തിൽ തീരുമാനമെടുക്കാമോ? ഞാൻ ദൈവത്തെ ആരാധിക്കും. അത് സമയബന്ധിതമായിട്ടുള്ള ആരാധനയല്ല, അനസ്യൂതമായി എപ്പോഴൊക്കെ എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ. ആരാധിക്കാൻ കൈ കൊട്ടി പാട്ടുപാടി ബഹളമുണ്ടാക്കുന്ന മാത്രമെന്നല്ല, ദൈവം ചെയ്ത നന്മകൾക്ക് എപ്പോഴൊക്കെ നന്ദി പറയാൻ കഴിയുമോ, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ, അല്ല ദൈവത്തെ പാടാൻ കഴിയുന്നിടത്ത് പാടണം, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നിടത്ത് മഹത്വപ്പെടുത്തണം. അല്ല ഇതിന്റെ നടുവിൽ പോലും വന്ന് അല്ല നിർവികാരരായിരിക്കാനല്ല. ദൈവത്തോടുള്ള സ്നേഹം, ഞാൻ ഇതിന് യോഗ്യനല്ലായിരുന്നു, ഞാൻ ഇതിന് യോഗ്യയല്ലായിരുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അറിയാതെ നമ്മൾ ദൈവത്തെ ആരാധിച്ചു പോകും, അറിയാതെ ദൈവത്തെ സ്തുതിച്ചു പോകും. സ്തോത്രം. എന്റെ കുടുംബ മഹിമയോ എന്റെ കുലശ്രേഷ്ഠതയോ എന്റെ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല, ദൈവത്തിന് എന്നോട് തോന്നിയ കരുണ നിമിത്തം, ദൈവത്തിന് എന്നോട് തോന്നിയ സ്നേഹ നിമിത്തം. സ്തോത്രം. എന്നെ ഉയർത്തി എന്നേ പറയാനുള്ളൂ, എന്നേ പറയാനുള്ളൂ. ദരിദ്രനെ പൊടിയിൽ നിന്ന് എളിയവനെ കുപ്പയിൽ നിന്നും ഉയർത്തുന്ന ദൈവം. എന്തിനാ? പ്രഭുക്കന്മാരോടുകൂടെ, ദേശത്തിൽ ഉന്നതന്മാരോടുകൂടി ഇരുത്താം. ഇന്ന് നാം ഇരിക്കുന്ന സീറ്റുകളൊന്ന് ചിന്തിച്ചേ, ഇവിടുത്തെ അല്ല, നാം ഇരിക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റുകൾ, പൊസിഷനുകൾ ഒന്ന് ചിന്തിച്ചേ. സ്തോത്രം. ഒരു കാലത്ത് ഈ സ്ഥാനത്ത് വരുമ്പോൾ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചതാണോ? ഈ നന്മകൾ അനുഭവിക്കുന്ന നമ്മൾ ആരെങ്കിലും ചിന്തിച്ചതാണോ, കരുതാണോ? നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ കരുതാത്ത നന്മകൾ ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തോടുള്ള അല്ല കടപ്പാട് നാം മറന്നു പോകരുത്. ദൈവത്തോടുള്ള കടപ്പാട് നമ്മൾ നിർവഹിക്കേണ്ടത് ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചുമാ, ദൈവത്തിന് മഹത്വം കൊടുത്തിയ എപ്പോഴും അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനിടയാകണം. അടുത്തത് സ്തോത്രം. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കാൻ നമ്മൾ യോഗ്യരായിരുന്നില്ല, ഇവിടെ കൊണ്ടുവന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്നേ മരിച്ചു മണ്ണിന് വളമായി തീരേണ്ടതാണ്. പക്ഷേ ദൈവമുഖത്തേക്ക് നോക്കിയത് കൊണ്ട് സ്തോത്രം ഇന്ന് വരെ ജീവനോടിരിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. ആ ദൈവത്തെ നന്ദിയോടെ ആരാധിപ്പാൻ നമുക്കിടയാകട്ടെ, നന്ദിയോടെ സ്തുതിപ്പാൻ ഇടയാകട്ടെ. സ്തോത്രം. ദരിദ്രനെ പൊടിയിൽ നിന്നും
എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നതായി. ദേശത്തിലെ പ്രഭുക്കന്മാരോട് ഇരുത്തേണ്ടതിന്, മഹിമാസനങ്ങളെ അവകാശമായി തരേണ്ടതിനും സ്തോത്രം, അവൻ നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്നു. അത് മറന്നു പോകാതെ ദിവസങ്ങളിൽ ദൈവത്തെ ആരാധിപ്പാനുള്ള നല്ല മനസ്സും ആ താല്പര്യം നമുക്കുണ്ടാകട്ടെ. ദൈവമായ കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് സാക്ഷ്യത്തിനായുള്ള സമയമാണ്. വേഗത്തിൽ സമയങ്ങളെ വിനിയോഗിക്കാം. സ്തോത്രം. ചിൽഡ്രൻ വിൽ കം ഫോർ ബൈബിൾ റെസിറ്റേഷൻ. ജസ്രീൽ ജെയിംസ് will lead the session. Come forward. Praise the Lord. Philippians 1 verse 6. For I am confident of this very thing, that he who began a good work in you will complete it until the day of Christ Jesus. പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ദൈവം അവരെ കൃപയിൽ നിലനിർത്തേണ്ടതിനായി, കർത്താവിന് പ്രയോജനമുള്ള മക്കളാക്കി ദൈവം തീർക്കേണ്ടതിനായി, അവരുടെ വളർച്ചയിൽ, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ, അവരുടെ ഭാവി കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം പ്രിയ കുഞ്ഞുങ്ങൾ അനുഭവിച്ചറിവാൻ അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും മാനിക്കപ്പെട്ടവരുമായി തീരേണ്ടതിന്, ദൈവനാമത്തിന് മഹത്വമുള്ളവരായി നിലകൊള്ളേണ്ടയാകേണ്ടതിന് ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ ആരെയും ശത്രു അപഹരിച്ചു കൊണ്ടുപോകാതെ കർത്താവിൻ്റെ കൃപയിൽ അവരെ നിലനിർത്തി സൂക്ഷിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ നമ്മുടെ കരങ്ങളെ നീട്ടി നമുക്ക് അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, അങ്ങയുടെ ദാനമായ മക്കളെ തൃക്കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടി ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം. അവർക്ക് നൽകിയ ബുദ്ധിക്കായി, ജ്ഞാനത്തിനായി സ്തോത്രം. അവർക്ക് നൽകിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങളൊക്കെ സ്കൂളിൽ കടന്നു പോകാനും പഠിക്കുവാനും ദൈവർക്ക് കൃപ നൽകി. അവരുടെ യാത്രയിൽ കൂടിയിരുന്നു. അവരുടെ മേൽ പകർന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ കൃപ അവരുടെ മേൽ പകർന്ന് പിന്നെയും മാനിച്ച് ആദരിക്കും. കർത്താവെ, അവർ ദേശത്ത് സാക്ഷ്യമുള്ളവരായി, അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ സാക്ഷ്യമുള്ളവരായി, ദൈവ സമൂഹത്തിൽ സാക്ഷ്യമുള്ളവരായി അവർ നിലകൊള്ളുവാൻ കർത്താവ് സഹായിക്കണം. ശത്രു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അപഹരിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കല്ലേ. അവരെ ദൈവകൃപയിൽ നിലനിർത്തണം. പരിശുദ്ധാത്മാവരെ വഴികാട്ടണം, ആലോചന പറഞ്ഞു കൊടുക്കണം. കർത്താവ് അത്ഭുതം ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. എക്കാലത്തും എല്ലാ വിധത്തിലും അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി നിലകൊള്ളുവാൻ കർത്താവ് സഹായിക്കും. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ സ്വർഗീയ പിതാവേ. ഷൗട്ട് ഹല്ലേലൂയ. Be seated. സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കാമല്ലോ വേഗം. സഹോദരിമാർക്ക് സാക്ഷ്യം ഇല്ലെങ്കിൽ സഹോദരന്മാർക്ക് സാക്ഷ്യം. അടിയങ്ങൾക്ക് നാട്ടിൽ നിന്ന് വായുവിനോട് മണിയോടൊത്ത് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. നാട്ടിൽ പോയി അടിയൻ്റെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാൻ സഹായിച്ചു. ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയാറ്റിൻ ലെവൽ ബോർഡറിന് താഴെ ആയിരുന്നു. ഇവിടുന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം 1.3, 1.4, 1.5 ഒക്കെ ആയിരുന്നു. ദൈവത്താൽ സാധ്യമായതൊന്നുമില്ല. അടിയന് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ദൈവത്തോടുള്ള നന്ദി അറിയിക്കുന്നു. പൈതങ്ങളും ജനിയും അമ്മയൊക്കെ പനിയാൽ ഭാരപ്പെടുന്നു. വീണ്ടും ദൈവസഭയുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരുന്നു. Praise the Lord. I thank the Lord for giving me this opportunity to stand and testify His holy name. I was here in Muscat for the past 2 weeks based on my vacation, and if God willing, I'll be returning back to Bangalore this Sunday. Please do keep me in my prayers, and please do continue to pray for me and my family. Praise God.
നമ്മുടെ പ്രിയ സഹോദരങ്ങളുടെ സാക്ഷ്യം കേട്ടല്ലോ. പ്രിയ സഹോദരൻ, നാം ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രിയ സഹോദരൻ്റെ ശാരീരികമായ പ്രയാസമുള്ള ബന്ധത്തിൽ നാട്ടിലേക്ക് ട്രീറ്റ്മെൻറ്റിനായി കടന്നു പോകുന്ന ബന്ധത്തിൽ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവം ആ വിഷയത്തിന്മേൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ ദൈവം അവസരം ഒരുക്കി. സ്തോത്രം. കൊടുമായി കടന്നു വരുവാൻ, മാതാവ് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം അവസരം ഒരുക്കി. ദൈവം തുടർന്ന് സഹായിക്കേണ്ടതിനായി ശാരീരികമായ ക്ലേശത്തോടെ അവർ ഭാരപ്പെടുന്നു. ദൈവം അവരെ സഹായിക്കേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പൈതൽ കഴിഞ്ഞ ചില ദിവസങ്ങളായി ഇവിടെ ആയിരിക്കാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. കർത്താവ് വരുവാൻ താമസിച്ചാൽ സൺഡേയിൽ അവൻ മടങ്ങിപ്പോകുന്നു. അവൻ്റെ മടക്കി യാത്രയിൽ ദൈവം കൂടിയിരിക്കേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ശാരീരികമായ ക്ലേശത്തോടെ ഭാരത്തോടെ കടന്നു പോകുന്നവരുണ്ട്. ദൈവം അവരൊക്കെ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. നിരന്തരമായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ പലരുണ്ടല്ലോ. ദൈവം അവരൊക്കെ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഞാൻ ഓർപ്പിച്ച പ്രിയ കർത്താവിൻ്റെ നമ്മുടെ മുൻ ശുശ്രൂഷകനായ പാസ്റ്റർ ജോസഫ് മാത്യുവിൻ്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ ദുഃഖത്തിൽ അവരായിരിക്കുന്നല്ലോ. പ്രിയ കൃതദാസിയെ കുഞ്ഞുങ്ങളൊക്കെ ദൈവം സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കാം. നാം ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നമ്മുടെ പ്രിയ ജെയിംസ് എബ്രാജാദെ പിതാവിൻ്റെ വിഷയം. ദൈവം ആശ്വാസം നൽകിയിട്ടുണ്ട്. പൂർണ്ണമായ വിടുതൽ കൽപ്പിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കേണ്ടതിനായി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ച ഒരു വിഷയമാണ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ VT ജെയിംസിൻ്റെ വിഷയം. അദ്ദേഹത്തിന് മജ്ജ ക്യാൻസർ ബാധിതനായിട്ട് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം വളരെ ഭംഗിയായി തക്ക സമയത്ത് നടക്കുവാൻ പ്രിയ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ശാരീരികം അനുഭവിക്കുന്ന ക്ലേശങ്ങൾ അവരെല്ലാം വിടുവിച്ച് സൂക്ഷിക്കേണ്ടതിനായിട്ട് നിരന്തരമായി നാം പ്രാർത്ഥിക്കുന്ന വിഷയം അവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കരം അനുകൂലമായി വെളിപ്പെടേണ്ടതിനായിട്ട് ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാർ ഒരാൾക്ക് ശബ്ദം ഉയർത്തി തുറന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനും വേണ്ടിയും പ്രാർത്ഥിക്കാമല്ലോ. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം കർത്താവേ. കർത്താവെ, ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവെ അവിടുത്തെ പാദപീഠത്തിങ്കൽ കടന്നു വന്നങ്ങി ആരാധിപ്പാന് സ്തുതിപ്പാന് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അവസരത്തിനായി സ്തോത്രം. യേശുവിൻ നാമം ജീവിതത്തിൽ ഏക ആശ്രയം. കർത്താവെ, ഞങ്ങൾക്ക് ആശ്രയമായി അങ്ങ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഞങ്ങളുടെ വേദനയുടെ നടുവിലെ ഞങ്ങളുടെ രോഗക്കിടക്കയിൽ സൗഖ്യമായി ഇറങ്ങുന്ന ഒരു നാമം യേശുവിൻ്റെ നാമമെന്ന് ഞങ്ങൾക്ക് പാടി ആരാധിപ്പാന് കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവ് സങ്കീർത്തന ഭാഗത്തിൽ കൂടെ കർത്താവ് ഞങ്ങളോട് ഇടപെട്ടു. ഹല്ലേലൂയ. എളിയവനെ കർത്താവെ ഉയർത്തുന്നത് നാമം. കർത്താവെ ഹല്ലേലൂയ. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന നാമം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ഹല്ലേലൂയ ഞങ്ങളുടെ ദൈവമാകിയാൽ സ്തുതിക്കുക. ഇത്ര നല്ല ദൈവത്തെ സേവിപ്പാൻ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളൊന്നുമില്ല, ഏതുമില്ല കർത്താവെ. ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ കർത്താവെ ഇന്ന് പകൽക്കാലം കർത്താവെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി അടുത്തു വരുന്ന കർത്താവെ ഹല്ലേലൂയ. കർത്താവെ സാക്ഷ്യവാചകങ്ങളിൽ കൂടെ കർത്താവെ പ്രാർത്ഥന ആവശ്യപ്പെട്ട ദൈവനാമത്തെ കർത്താവെ ഉയർത്തിയ വിഷയങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. പ്രിയ നിന്റെ ദാസൻ കർത്താവെ ചെക്കപ്പിനായിട്ട് നാട്ടിൽ കടന്നുപോയി കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, നിന്റെ ദാസൻ്റെ ചെക്കപ്പിൽ നോർമലായിട്ട് ഒരു റിസൾട്ട് കർത്താവ് കൊടുത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ ഹല്ലേലൂയ. അങ്ങ് സൗഖ്യദായകനാണ്. അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനയെ മറികടന്നു പോകാതെ ഹല്ലേലൂയ ആ കുടുംബത്തിൻ്റെ വേദനയിലെ കർത്താവ് സൗഖ്യം ഇറങ്ങി കർത്താവ് കൊടുത്തതിനായി സ്തോത്രം. ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാതാവും കർത്താവ് സഹോദരിയും സൗഖ്യമില്ലാത്ത ഭവനത്തിലായിരിക്കുന്നു. പൂർണ്ണ സൗഖ്യം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. തുടർന്നും ഈ ദേശത്തായിരിക്കുമ്പോൾ എല്ലാ നന്മകളാലും അവരെ നിറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, നാട്ടിൽ നിന്ന് കർത്താവെ കടന്നു വന്ന് ഹല്ലേലൂയ മാതാപിതാക്കളോടൊക്കെ ഒപ്പമായിരുന്ന പ്രിയ പൈതലിനെ ഏൽപ്പിക്കുന്നു. അവൻ തിരിച്ച് കർത്താവെ ബാംഗ്ലൂരിലേക്ക് കടന്നു പോകുന്നു. യാത്രയിൽ സഹായിക്കണം. അവിടെ ആയിരിക്കുമ്പോൾ ദൈവകരങ്ങളിൽ പൊതിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അതുപോലെ കർത്താവെ രോഗികളായി ഭാരപ്പെടുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലരും കർത്താവെ ശാരീരികമായി കർത്താവെ പരിയുടെ
അസ്വസ്ഥതകളൊക്കെ ഭവനങ്ങളിലായിരിക്കുന്നു. പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്ത് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ ജെയിംസ് ചാൻ്റെ പിതാവിനായി പ്രാർത്ഥിക്കുന്ന ആളുകളായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയമാണ് കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, പ്രിയ പിതാവിനോട് കർത്താവ് കരുണ തോന്നണം. പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. അങ്ങേക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ലല്ലോ കർത്താവെ. ഹല്ലേലൂയ. അങ്ങ് തൊട്ടാൽ സൗഖ്യമാണല്ലോ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യമാണല്ലോ കർത്താവെ. കർത്താവെ, ഞങ്ങൾ ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം അവിടുത്തെ വചനം അയച്ച് പൂർണ്ണമായ ഒരു സൗഖ്യം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ കർത്തൃദാസ ദീർഘനാളുകൾ അങ്ങേക്ക് വേണ്ടി ഓടി. ഹല്ലേലൂയ. അങ്ങേക്ക് ഹിതം തോന്നിയ പോലെ നിത്യതയിലേക്ക് വിളിച്ച് വേർതിരിച്ച് കർത്താവെ. നാളെ നടക്കുന്ന ഫ്യൂണറലിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായി നടക്കുവാൻ ദൈവം സഹായിക്കണം. ആ കുടുംബത്തെ എല്ലാവരും കർത്താവ് ആശ്വസിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അതുപോലെ കർത്താവെ, ക്യാൻസറിൻ്റെ അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്ന കർത്താവെ, കർത്തൃദാസനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, മനസ്സലിയണമേ ദൈവമേ. അപ്പാ ഹല്ലേലൂയ. ഒരു കർത്താവെ ശസ്ത്രക്രിയക്കായിട്ട് തയ്യാറെടുക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, പൂർണ്ണമായ ഒരു സൗഖ്യം അങ്ങ് കൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങ് കർത്താവ് ഡോക്ടർമാരെന്തോ ചെയ്താലും സൗഖ്യം അങ്ങിൽ നിന്നാണെന്ന് ഞങ്ങൾ കർത്താവെ മനസ്സിലാക്കുന്നു. അങ്ങൊന്ന് തൊട്ട് സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങനെ പറയപ്പെട്ട വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. കർത്താവെ, ഹല്ലേലൂയ. കർത്തൃമേശയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ വിശുദ്ധിയോടെ വേർപാടോടെ ഹല്ലേലൂയ ഞങ്ങൾ ശോധന ചെയ്ത് അതിൽ നിന്ന് ഭാഗമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചു. ഭക്ഷിച്ച് ബലപ്പെട്ട് കർത്താവെ, ഹല്ലേലൂയ, സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ വിടുതലോടെ കർത്താവെ കടന്നു പോകാൻ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, കടന്നു വന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. കർത്തൃദാസനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശുശ്രൂഷിപ്പാനെ കർത്താവ് ബലപ്പെടുത്തണം. ദൈവത്തിൻ്റെ വചനം കർത്താവെ നിന്റെ ദാസനെ കൂടെ ഹൃദ്യമായി ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. തുടർന്ന് ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മർക്കോസിൻ്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ഹല്ലേലൂയ ശക്തി കർത്താവെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവെ. തുടർന്ന് കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളുടെ ഇടയിൽ കർത്താവ് ഉലാവുന്നതിനായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷകളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ വിട്ടുപോയ വിഷയങ്ങളും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം. മാനവും മഹത്വം അവിടെ നിന്ന് എടുത്താട്ടെ, യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കും. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു. നമുക്കെല്ലാവർക്കും പരിചിതമുള്ള ഒരു തിരുവചന ഭാഗമാണ് നാം വായിച്ചത്. വഴി കാണിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയും. ഇവിടെ യഹോവയായ ദൈവം പറയുന്നത്, നിന്നെ വഴിയിൽ കാക്കേണ്ടതിന് ഞാൻ ഒരു ദൂതനെ നിനക്ക് മുൻപായി അയക്കും, നിയമിച്ചിരിക്കും, അപ്പോയിന്റ് ചെയ്തിരിക്കും. നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കും. അവിടെ രണ്ട് കാര്യമാണ് പറയുന്നത്. ദൂതന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം: ഒന്ന്, വഴിയിൽ കാക്കണം; രണ്ട്, നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടെത്തിക്കണം. ചില നിമിഷം കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി ഈ ഭാഗത്ത് നിന്ന് പങ്കുവയ്ക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഈ 23-ാം അധ്യായം പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഈ 23-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ പാലിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇസ്രായേൽ ജനം പാലിക്കേണ്ടിയിരുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് അവിടെ പ്രസ്താവിക്കപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, വിധികൾ ന്യായമായിരിക്കണം, അല്ലെങ്കിൽ ദരിദ്രനെ എന്ത് ചെയ്യണം? മറക്കരുത്, സഹായിക്കണം. രണ്ടാമത്തെ കാര്യം, 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് അത് കാണുവാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം, 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശബത്തിൻ്റെ നിയമങ്ങൾ പാലിക്കണമെന്ന് അവരോട് കൽപ്പിക്കുക. ശബത്തിൻ്റെ നിയമങ്ങൾ നിങ്ങൾ പാലിക്കണം. മൂന്നാമത്തെ കാര്യം, 14-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ പെരുന്നാളുകൾ അനുഷ്ഠിക്കണം എന്ന് കൽപ്പിക്കും. നാലാമത്തെ കാര്യം ആ ഭാഗത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. ദൂതനോട് എന്ത് ചെയ്യരുത്? വിഘടിക്കരുത്.
ദൂതനോട് നിങ്ങൾ വിഘടിക്കരുത്. അവനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിർവഹിക്കാൻ തക്കവണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? ദൂതനുമായിട്ട് എപ്പോഴും അടുത്തിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൂതനുമായി നിന്ന് അകന്നു പോകരുത്, വിഘടിച്ചു പോകരുത്, അവനോട് മത്സരിക്കരുത്. നിയമിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ താല്പര്യപ്പെടും. ഇവിടെ ഇസ്രായേൽ ജനത്തോട് പറയുമ്പോൾ അവർക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കനാൻ ദേശമാണ്. അവിടേക്ക് കൊണ്ടെത്തിക്കും. ദൈവമക്കളെ സംബന്ധിച്ച് നമുക്ക് വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മളെ കൊണ്ടെത്തിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കൊണ്ടെത്തിക്കത്തക്കവണ്ണം നമ്മൾ അതിനോട് വിഘടിച്ചു പോകുന്നവരാകരുത്. ഇവിടെ ദരിദ്രന്മാരോട് കരുണ കാണിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: വ്യാജ വർത്തമാനം പരത്തരുത്, കള്ളസാക്ഷിയായിരിക്കാൻ ദുഷ്ടനോടുകൂടെ ചേരുമരുത്. എക്കാലത്തും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ദൈവമക്കൾ വളരെ സൂക്ഷ്മതയോടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ 2 കാര്യം. അത് എന്ത് ചെയ്യരുത്? വ്യാജ വർത്തമാനം. എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടാൽ ഉടനെ അതിൻ്റെ വാലെ പിടിച്ച് നമ്മൾ കൊണ്ടുപോകരുത്. അത് പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അത് ശരിയാണോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. കേൾക്കുന്നത് നമ്മൾ ഉടനെ പെട്ടെന്ന് അതിന് പ്രതികരണം നടത്തുക ചെയ്യും. പ്രതികരണം നടത്തും. അസത്യമായ കാര്യം പറയരുതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വ്യാജമായിട്ടുള്ള കാര്യം എന്ത് ചെയ്യരുത്? അത് പരത്തരുത്. മാത്രമല്ല, കള്ളസാക്ഷിയായിരിക്കുവാൻ ദുഷ്ടനോടുകൂടെ ചേരുമരുത്. ഈ വ്യാജ വർത്തമാനം പരത്തി കള്ളസാക്ഷിയായിരിക്കാൻ നിങ്ങൾ ആരുടെ കൂടെ കൂടരുത്? ദുഷ്ടനോട് കൂടെ കൂടരുത്. അതല്ല നമ്മുടെ വിഷയം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം അത്രയും ക്ലോസ് ചെയ്ത് നിർത്തുക. ഇവിടെ ഈ 20-ാം വാക്യത്തിൽ ദൈവം പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ: വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു ദൂതനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. വഴിയിൽ നമ്മെ കാക്കേണ്ടതിന്. ഇത്രയും നാളത്തെ നമ്മുടെ ജീവിതാനുഭവം വെച്ച് നോക്കിയേ. ദൈവിക പരിപാലനമല്ല നമ്മളെ ഇന്നും ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന്, നിന്നെ കരങ്ങളിൽ വഹിക്കേണ്ടതിന് അവൻ തന്റെ ദൂതനോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വഴി നടത്തുന്ന ദൈവം, പരിപാലിക്കുന്ന ദൈവം, ആ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്തുകൊണ്ടാണ് അവനോട് വിഘടിക്കരുത്, സ്തോത്രം, അവനോട് അകന്നു പോകരുത് പറയാൻ കാരണം എന്തറിയാമോ? യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ വരുമ്പോൾ 4-ാം വാക്യത്തിൽ ഇങ്ങനൊരു ഭാഗം നമ്മളവിടെ കാണുന്നുണ്ട്: നിങ്ങൾ ഈ വഴിക്ക് മുൻപ് പോയിട്ടില്ലല്ലോ. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വഴി അറിയില്ല. നിങ്ങൾക്ക് മുമ്പോട്ട് പോകേണ്ട വഴി ഏതാണെന്ന് അറിയില്ല. നിങ്ങൾ ഇതുവഴിയായി മുൻപ് പോയിട്ടില്ല. യാതൊരു അറിവുമില്ലാത്ത ഒരു വഴിയിൽ കൂടെയാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു വഴിയിൽ കൂടെ പോകുമ്പോൾ നിനക്ക് വഴികാട്ടിയായി ഒരു ദൂതനെ നിനക്ക് ഞാൻ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. വിശദീകരിക്കാൻ സമയമില്ല. ഇന്ന് നമുക്ക് വഴി കാണിക്കാൻ ഒത്തിരി സൗകര്യങ്ങളുണ്ട്. നമ്മുടെ ആളുകളൊക്കെ ചോദിക്കും, പാസ്റ്റർ വഴിയെല്ലാം പഠിച്ചോ? ഞാൻ പറയുന്നത് വഴി ഉണ്ട്, മൊബൈലിൽ വഴിയുണ്ട്. ആ വഴി അനുസരിച്ച് അങ്ങ് പോവുക. അല്പം തെറ്റിയാലും അതൊന്ന് തിരിച്ച് കറക്കി നമ്മളെ ആ സ്ഥാനത്ത് കൊണ്ടുവരും. ഇങ്ങനെ വഴി അറിയാതെ മുൻപോട്ട് പോകാൻ ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് ദൈവത്തിന് അറിയാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ
നിന്നെ നേർവഴിക്ക് നടത്തേണ്ടതിന്, നീ വഴി തെറ്റിപ്പോകാതിരിക്കേണ്ടതിന്, നിന്നെ നേരെയുള്ള വഴിയിൽ കരം പിടിച്ച് നടത്തേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി ഒരു ദൂതനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഒരു ദൂതൻ നമുക്ക് വേണ്ടി കാവലല്ല ഇപ്പോഴും ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഒരു ദൂതൻ നമുക്കറിയാമല്ലോ, അശൂർ പാളയത്തിൽ ഇറങ്ങി ഒറ്റ രാത്രി കൊണ്ട് 1,85,000 തീർത്തു. ഒരു ദൂതന്റെ ശക്തി. അപ്പം അങ്ങനെ ഒരു ദൂതനെ ദൈവം നമുക്ക് കാവൽ തന്നിരിക്കുന്നു പറയുമ്പോൾ ഏതൊരു ദുഷ്ടശക്തിക്ക് നമ്മുടെ നേരെ എതിരിട്ട് നിൽക്കാൻ കഴിയും? നമ്മളൊന്ന് മാത്രം ചെയ്താൽ മതി. ആ ദൂതനോട് എന്ത് ചെയ്യരുത്? വിഘടിക്കരുത്. നിനക്ക് വഴി പറഞ്ഞു തരുന്ന ദൂതനോട്, നിന്നെ വഴി നടത്തുന്ന ദൂതനോട്, നിന്നെ നേർവഴി നടത്തുന്ന ദൈവത്തോട്, അത് നിനക്ക് ആലോചന പറഞ്ഞു ദൈവത്തോട് അത് നീ വിഘടിച്ചു പോകരുത്. വഴിയറിയാനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വഴിയറിയ യാത്ര എന്ന് പറഞ്ഞാൽ സ്തോത്രം. പലപ്പോഴും നമ്മൾ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ പലപ്പോഴും അറിയാതെ പോകും. ക്രിസ്തീയ ജീവിതം തന്നെ നമ്മൾ അറിഞ്ഞിട്ട് ജീവിക്കാൻ ഇറങ്ങിയവരല്ല. സ്തോത്രം. ദൈവം വിളിച്ചിട്ട് അങ്ങ് ഇറങ്ങിയതാ. എന്താണ് അതിൻ്റെ മുമ്പിലുള്ളതെന്നോ പിറകിൽ സംഭവിക്കാൻ പോകുന്നത് എന്തെന്നോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ ഒരു ശബ്ദം കേട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചു, ഒരു ദർശനം പ്രാപിച്ച് ഇറങ്ങി തിരിച്ചു, ഒരു വിശ്വാസം നമുക്ക് ലഭിച്ചു, അതിൻ്റെ പിറകെ നമ്മളങ്ങ് പോയി. അങ്ങനെ പോകുമ്പോൾ സ്തോത്രം, നമ്മൾ ചെന്നെത്തേണ്ട വഴി പലപ്പോഴും നമുക്ക് ദുർഘടമായി തീർന്നേക്കാം. നമ്മൾ സഞ്ചരിക്കേണ്ട വഴി പലപ്പോഴും നമുക്ക് അപകടങ്ങൾ നിറഞ്ഞതായി തീർന്നേക്കാം, നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉള്ളതായേക്കാം. പക്ഷേ അവിടെ എല്ലാം നിന്നെ ക്ഷേമത്തോടെ നടത്തേണ്ടതിന്, നിന്നെ കരം പിടിച്ച് നടത്തേണ്ടതിന് ഒരു ദൂതനെ അവൻ നിനക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായി തീരും, എന്ത് ചെയ്യണം, എങ്ങനെ പോകണം നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ സ്തബ്ധരായി നിൽക്കുമ്പോൾ പിറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും, വഴി ഇതാകുന്നു, എതിരെ നടന്നു കൊള്ളുക. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? നാളെ ഞാൻ എന്ത് ചെയ്യുന്നു ഭാരപ്പെട്ട എത്രയോ ജീവിത അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ദിനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നാളെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വ്യാകുലപ്പെട്ട എത്രയോ ദിനരാത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നാം കടന്നുപോയ ദിനങ്ങൾ എത്രയോ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ നാം കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാം എന്ത് ചെയ്തു? ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തന്നു. ആലോചനക്കാരനായിക്കൂടരുത്. മകനെ, ഇതുവഴി നടന്നു കൊള്ളുക, ഇതാകുന്നു വഴി. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുക. അവൻ പറയുന്ന വഴിയിൽ പോകാൻ തയ്യാറാണോ? കൊണ്ടെത്തിക്കേണ്ട സ്ഥാനത്ത് അവൻ കൊണ്ടെത്തിക്കും. ചെന്നെത്തേണ്ട സ്ഥാനത്ത് അവൻ നമ്മെ കൊണ്ടെത്തിക്കും. സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്ന, അവർ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെന്നെത്തേണ്ടതിന് അവൻ അവരെ ചൊവ്വേയുള്ള വഴിയിൽ കൂടെ നടത്തി. നമ്മെ നടത്തുന്ന വഴിയിൽ കൂടെ നമ്മൾ നടക്കണം. സ്തോത്രം. നമുക്ക് ആലോചന പറഞ്ഞു വരുന്നത് പോലെ നമ്മൾ അനുസരിക്കണം. ആ വിധത്തിൽ നമ്മൾ പോയാൽ നമ്മൾ പാർക്കേണ്ട പട്ടണത്തിൽ അവൻ നമ്മെ കൊണ്ടെത്തിക്കും. ചെന്നെത്തേണ്ട സ്ഥലത്ത് അവൻ നമ്മെ കൊണ്ടെത്തിക്കും. സ്തോത്രം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ദൂതനോട് വിഘടിക്കാതെ, ദൈവത്തോട് വിഘടിക്കാതെ അവന്റെ ശബ്ദത്തിന് നമ്മൾ കാതോർക്കാം. വഴി മനസ്സിലാക്കേണ്ടതിന്, വഴി തിരിച്ചറിയേണ്ടതിന് ആ ശബ്ദത്തിന് വേണ്ടി നമുക്ക് കാതോർക്കാം. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തലകളെ ദിവസം വണക്കം നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. സ്തോത്രം. നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ ദൈവസ്നേഹത്തെ നമുക്ക് ഓർക്കുവാനിടയാകട്ടെ. ദരിദ്രനെ പൊടിയിൽ നിന്നും എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തിയ ദൈവം, അതിനുവേണ്ടി നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ വെച്ചെന്ന കർത്താവിനെ നമുക്കൊന്ന് സ്മരിപ്പാനിടയാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് വേണ്ടി അനുഭവിച്ച പീഡാനുഭവങ്ങൾ, കഷ്ടാനുഭവങ്ങൾ നമുക്കൊന്ന് ധ്യാനിപ്പാനിടയാകട്ടെ. നമുക്ക് വേണ്ടി അടിയേൽക്കപ്പെട്ടു, ശരീരം കീറി മുറിക്കപ്പെട്ടു, അസ്ഥികളൊക്കെ എണ്ണത്തക്കവണ്ണം മാംസം മുഴുവൻ പറഞ്ഞുപോയി. സ്തോത്രം. എന്നെ നിങ്ങളെ വീണ്ടെടുപ്പാൻ, ദൈവത്തോട് നമ്മളെ നിരപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ നമുക്കൊന്ന് ധ്യാനിപ്പാനിടയാകട്ടെ. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവകാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം.
ഒരു നിമിഷം ഒന്ന് ശോധന ചെയ്യട്ടെ. റോമൻ പടയാളികൾ, ക്രൂരന്മാരായ പടയാളികൾ യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ ചാട്ടവാറുകൊണ്ട് അടിച്ച് മുതുവ് ഉഴകുചാൽ പോലെ കീറും. അവൻ്റെ മാംസങ്ങൾ അക്കൽപാത്രത്തിലുള്ള വെള്ളത്തിൽ വീണ് പിടച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇതിനു വേണ്ടി നമ്മുടെ മുതുക് അടിച്ച് കീറപ്പെടേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ കൈകാലുകൾ ആണിയിൽ തറയ്ക്കപ്പെടേണ്ട സ്ഥാനത്ത് അത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. വിലാപ്പുറം കുത്തി തുറക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി കുത്തി തുളയ്ക്കപ്പെടുവാനിടയായി. തലയിൽ മുൾക്കിരീടം അടിച്ചത് സ്തോത്രം എൻ്റെയും നിങ്ങളെയും നിന്ന മാറ്റുവാൻ, എൻ്റെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ ഒന്ന് ധ്യാനിപ്പാനിടയാകട്ടെ. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പാട്ട് പാടുന്ന സഹോദരന്മാർ ദയവായി മുൻപോട്ട് കടന്നു വരട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ മേശയിൽ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായി മുൻപോട്ട് കടന്നു വരാം. ദൈവമക്കൾ ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കട്ടെ. ഒരു നിമിഷം നമ്മെ തന്നെ ഒന്ന് ഒരുക്കാം.